നമസ്കാരം. MEX7 എന്ന വ്യായാമ കൂട്ടായ്മയ്ക്കെതിരെ ഒരു മാസത്തെ ഇടവേളയിൽ CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പറഞ്ഞ രണ്ട് കാര്യങ്ങളാണിത്. ജാതിമത ഭേദമന്യേ ആരംഭിച്ച ഒരു വ്യായാമ കൂട്ടായ്മയുടെ വാട്സപ്പ് അഡ്മിന്മാർ നിരോധിത സംഘടനയുടെ പ്രവർത്തകരാണെന്നും അവരുടെ പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയാണെന്നുമായിരുന്നു മോഹനൻ മാസ്റ്റർ തളിപ്പറമ്പിൽ പ്രസംഗിച്ചത്. ഇന്ന് അദ്ദേഹം പറയുന്നു, പൊതുവേദികളിൽ ഇത്തരം സംഘടനകളും സംഘപരിവാറും നുഴഞ്ഞു കയറാനുള്ള ശ്രമത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പാണ് ഇതെന്ന്. ചാപ്പയടിച്ച് കൈ കഴുകുകയാണോ CPM? സ്വാഗതം. സ്പെഷ്യൽ ഷോയിലേക്ക് നമ്മോടൊപ്പം അതിഥികളായി MEX7 പ്രതിനിധി മുഹമ്മദ് ഷാ, ഇടത് സഹയാത്രികൻ അഡ്വക്കേറ്റ് BN ഹസ്കർ, ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രതിനിധി T മുഹമ്മദ് വേളം എന്നിവർ. ആദ്യം മുഹമ്മദ് ഷായിലേക്ക്. മുഹമ്മദ് ഷാ, ഈ തളിപ്പറമ്പിൽ മോഹൻ മാസ്റ്റർ പ്രസംഗിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ വളരെ സൗജന്യമായ ഒരു വ്യായാമം നൽകാം, ഫീസൊന്നുമില്ല എന്ന വാഗ്ദാനം നൽകിക്കൊണ്ട് നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രവർത്തകർ ഇതിലുണ്ട് എന്നാണ്. ഇതിലുണ്ട് എന്നല്ല, അതിൻ്റെ വാട്സാപ്പ് അഡ്മിന്മാരെ കുറിച്ച് അദ്ദേഹം ഗവേഷണം നടത്തി, റിസർച്ച് നടത്തി കണ്ടെത്തിയതാണ്. രണ്ട് അഡ്മിന്മാർ ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രവർത്തകരാണെന്നാണ് അദ്ദേഹം അസന്ദിഗ്ധമായി പറയുന്നത്. അവരെ ആനയിച്ചു കൊണ്ടുവരുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണെന്നും പറയുന്നു. അപ്പോൾ ഇന്ന് അദ്ദേഹം വിശദീകരിക്കുന്നത്, ഞാൻ പറഞ്ഞത് ആ ഒരു മുന്നറിയിപ്പ് സ്വഭാവത്തിലാണ്. ഇത്തരം നിരോധിത സംഘടനകൾ, മതരാഷ്ട്രവാദികൾ, സമൂഹത്തിൽ വർഗീയത വിതയ്ക്കുന്നവർ, അവരൊക്കെ ഇത്തരം പൊതുവേദികൾ ഉപയോഗിച്ചുകൊണ്ട് അവർ ആശയപ്രചാരണത്തിന് ഉപയോഗിക്കും എന്ന മുന്നറിയിപ്പ് നൽകുകയായിരുന്നു എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു. ഈ രണ്ട് സംസാരവും കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? MEX7 എന്ന് പറയുന്നത് മൾട്ടി എക്സസൈസ് കോമ്പിനേഷനാണ്. ഇത് 7 ഘടകങ്ങളടങ്ങിയ 21 എക്സസൈസ് 21 മിനിറ്റ് കൊണ്ട് ഏത് പ്രായക്കാർക്കും വളരെ സൗജന്യമായി ചെയ്യാൻ പറ്റുന്ന ഒരു പ്രക്രിയയാണ് MEX7 അഥവാ മൾട്ടി എക്സസൈസ് കോമ്പിനേഷൻ. ഇതിൽ 7 ഘടകങ്ങളുണ്ട്. ഒന്ന് എയറോബിക്കാണ്, 2 നോർമൽ എക്സസൈസാണ്, 3 യോഗയാണ്, 4 ഡീപ് ബ്രീത്തിങ് ആണ്, 5 അക്യൂപ്രഷറാണ്, 6 മെഡിറ്റേഷനാണ്, 7 പേസ് മസാജിയാണ്. ഇത് 2012 തുറക്കൽ സ്വദേശി, അതായത് കുണ്ടോട്ടിക്കടുത്ത് തുറക്കൽ സ്വദേശി സലാഹുദ്ദീൻ എന്ന് പറയുന്ന ഒരു കേന്ദ്ര ഗവൺമെൻറ് ജീവനക്കാരൻ സർവീസ് കഴിഞ്ഞ് തൻ്റെ നാട്ടുകാർക്ക് വേണ്ടി ആരോഗ്യ രംഗത്ത് ഒരു മാറ്റം വരണം എന്നുള്ള നിലക്ക്, അതായത് ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് ജനങ്ങളെ മുക്തമാക്കുന്നതിന് വേണ്ടി അദ്ദേഹം തുടങ്ങി വെച്ച ഒരു പ്രക്രിയയാണിത്. 2012 മുതൽ 2022 വരെ സ്വന്തം നാട്ടുകാർ 40-50 ആളുകൾ കൂടിയിട്ടാണ് ഇത് തുറക്കൽ സ്കൂൾ ഗ്രൗണ്ടിൽ ആരംഭിച്ചത്. അന്ന് അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. എന്നെപ്പോലെ 10-60 ആളുകൾ അതിൽ ജോയിൻ ചെയ്തു. ആ 10 വർഷക്കാലം ഈ എക്സസൈസ് ചെയ്ത് അതിൽ നിരീക്ഷണ പരീക്ഷണങ്ങൾ നടത്തി ഓരോ ദിവസവും ഞങ്ങളെപ്പോലത്തെ ആളുകൾ അതിൻ്റെ ഫീഡ്ബാക്കുകൾ എടുത്ത് ഞങ്ങൾക്കൊക്കെ അതുകൊണ്ട് ഒരുപാട് മാറ്റങ്ങളുണ്ട് എന്ന് നാട്ടിലുള്ള ആളുകളൊക്കെ കണ്ടറിഞ്ഞ് തൊട്ടടുത്ത ആളുകളൊക്കെ അതിൽ ജോയിൻ ചെയ്തു. അതിൽ ജോയിൻ ചെയ്ത് അവർ ഞങ്ങളെ കൂടെ പഠിച്ചു, ജോയിൻ ചെയ്ത് അവർ പരിശീലനം തുടങ്ങി. അവർ ഞങ്ങളെ നാട്ടിലൊക്കെ തുടങ്ങട്ടെ എന്ന് സലാഹുദ്ദീനോട് അനുമതി വാങ്ങുകയും അവരവിടെ ചെന്ന് അവരുടെ നാട്ടിൽ അവർ ആ എക്സസൈസ് പ്രക്രിയ അവിടെ ആരംഭിച്ചു. അങ്ങനെയാണ് ഇത് തുടർന്ന് വൈഡായി ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇതിൽ ഒരു രാഷ്ട്രീയമില്ല. ഇത് ഏത് രാഷ്ട്രീയക്കാർക്കും ഇതിൽ ജോയിൻ ചെയ്യാം, ഏത് മതസംഘടനകൾക്കും ഇതിൽ ജോയിൻ ചെയ്യാം. ഞങ്ങൾ ആരോടും ചോദിക്കാറില്ല. അതല്ല മുഹമ്മദ് ഷാ, ഇതിൽ അദ്ദേഹം പറയുന്നൊരു കാര്യം, ഈ മതരാഷ്ട്രവാദികൾ, വർഗീയവാദികൾ, നിരോധിത സംഘടനകളുടെ പ്രവർത്തകരൊക്കെ ഇത്തരം പൊതുവേദികളിൽ നുഴഞ്ഞു കയറാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളുടെ 2 വാട്സപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിന്മാർ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരാണെന്ന് അദ്ദേഹം അസന്ദിഗ്ധമായി പറയും. അദ്ദേഹം റിസർച്ച് നടത്തി കണ്ടുപിടിച്ചതാണ്. അത് നിങ്ങൾക്കുള്ള ഒരു മുന്നറിയിപ്പാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അല്ല, ഒരിക്കലുമില്ല. അദ്ദേഹത്തിനെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതായിരിക്കാം എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഒരു യൂണിറ്റിൽ ഏതെങ്കിലും ഒരു യൂണിറ്റ് അദ്ദേഹം പറയട്ടെ. ഇതിൽ 1000-ഓളം യൂണിറ്റുകളുണ്ട് ഇന്ന് കേരളത്തിൽ. പ്രത്യേകിച്ചും മലബാർ മേഖലയിലാണ് ഏറ്റവും കൂടുതലുള്ളത്. കോഴിക്കോട് ജില്ലയിലും മലപ്പുറം ജില്ലയിലുമാണ് ഏറ്റവും കൂടുതലുള്ളത്. കാസർഗോഡുണ്ട്, കണ്ണൂരുണ്ട്, വയനാടുണ്ട്, പാലക്കാടുണ്ട്, തൃശ്ശൂരുണ്ട്. ഈ ജില്ലകളിലൊക്കെ ഇതുണ്ട്. ഏതെങ്കിലും ഒരു യൂണിറ്റിൽ ഇതിൻ്റെ വിമർശകരൊന്ന് പോയിട്ട് ഏതെങ്കിലും ഒരു അഡ്മിൻ പാനലിൽ ഈ ജമാഅത്തെ ഇസ്ലാമിൻ്റെ അല്ലെങ്കിൽ SDPIൻ്റെ പ്രവർത്തകന്മാരുണ്ട് എന്ന് പറയട്ടെ.
ഒരിക്കലും ഉണ്ടാവില്ല. അല്ല, അവരെയൊക്കെ മാറ്റി നിർത്തിയാണോ നിങ്ങൾ ഇത് സംഘടിപ്പിക്കുന്നത്? ഞങ്ങൾ മാറ്റി നിർത്തേണ്ട കാര്യമില്ല. ഇത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ ഒരു രാഷ്ട്രീയമായിട്ട് യാതൊരു വ്യത്യാസമില്ല. ഇതിലൊരു മതസംഘടനകൾക്ക് കൈകടത്താൻ ഇത് കഴിയില്ല. ഇതൊരു നാട്ടിൽ ഒരു പ്രദേശത്ത് അത് രാഷ്ട്രീയം നോക്കാതെ മതം നോക്കാതെ ഉണ്ടാക്കുന്ന ഒരു കൂട്ടായ്മയാണ്. അതിൽ ഏതെങ്കിലും ഒരു മതസംഘടനയുടെ കീഴിലാണ്, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കീഴിലാണ് എന്നുണ്ടെങ്കിൽ അതിൽ ആരും ചേരൂല. ഇത് ഇത്ര വ്യാപകമായത് ഇത് ജനകീയമായതുകൊണ്ടാണ്. ഇതിൽ രാഷ്ട്രീയമില്ല, ഒരു മതസംഘടനകൾക്ക് സ്കോപ്പില്ല എന്നുള്ളത്. 2012 തുടങ്ങിയ ഒരു കൂട്ടായ്മയാണ്. ഇപ്പോൾ 2024 ഇത് വിവാദമാവുന്നതിന് പിന്നെ കാരണം എന്താണെന്നാണ് നിങ്ങൾ കരുതുന്നത്? കാരണം നമ്മൾ പറയേണ്ടല്ലോ, ഇതിങ്ങനെ ഇത് നിങ്ങൾക്കറിയാം, ഒരു രാഷ്ട്രീയ പാർട്ടിയോ ഒരു മതസംഘടനകൾക്കോ ഇത്തരം ഒരു വേദികൾ, ഇത്തരം വലിയൊരു കൂട്ടായ്മകൾ, ഇത്തരം വലിയൊരു യൂണിറ്റുകൾ എടുക്കാൻ എത്രമാത്രം പ്രയാസം ഉണ്ടാവും. പക്ഷേ ഇതൊരു പ്രയാസമില്ലാതെ, ഇതൊരു പബ്ലിസിറ്റി ഇല്ലാതെ, ഇതിൻ്റെ പിന്നിൽ ആരും പ്രവർത്തിക്കാതെ ഇത് മുഴുവൻ ഇങ്ങനെ വൈഡായിട്ട് വരികയാണ്. അപ്പോൾ ആർക്കാരും സംശയങ്ങൾ ഉണ്ടാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതൊരു സംശയം മാത്രമാണ്. അല്ല, ഇത് സംശയരൂപേണ അല്ലല്ലോ അദ്ദേഹത്തിന്റെ പ്രസംഗം, കേട്ടില്ലേ? അത് സംശയമല്ല. അദ്ദേഹം ഗവേഷണം നടത്തി കണ്ടെത്തി 2 അഡ്മിന്മാർ നിരോധിത സംഘടനയുടെ പ്രവർത്തകരാണെന്ന്. അല്ല, നമുക്കതാണ് പറയാനുള്ളത്. അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് പറയട്ടെ, ആരാണിത്, ഏത് യൂണിറ്റിലാണെന്ന് പറയട്ടെ, ഏത് ജില്ലയിലാണ്, ഏത് യൂണിറ്റിലാണ്, ഏത് അഡ്മിൻ ആരൊക്കെയാണെന്ന് പറയട്ടെ. അത് ഞങ്ങൾ തക്കതായ അതിന് നടപടിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും. അതിന് യാതൊരു സംശയമില്ല. ഞങ്ങൾ ഒരിക്കലും ഒരു തീവ്രവാദികളെ ഏതെങ്കിലും അവരുദ്ദേശിക്കുന്ന തീവ്രവാദിപ്പെട്ട ആളുകളോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രൂപത്തിലോ ഇതിനെ ഹൈജാക്ക് ചെയ്യാൻ ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടെന്ന് പറയട്ടെ, കൃത്യമായി പറയട്ടെ. ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ശരി, ആരാണ്, എവിടെയാണ്, ഏത് യൂണിറ്റിലാണ് എന്ന് കൃത്യമായി പറയട്ടെ. ശരി മുഹമ്മദ് ഷാ, ഞാൻ മുഹമ്മദ് ഷായിലേക്ക് വരാം. അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ, തളിപ്പറമ്പിൽ മോഹനൻ മാസ്റ്റർ പ്രസംഗിച്ചത് അദ്ദേഹത്തെക്കുറിച്ച് ഇങ്ങനെ സംശയം തോന്നി അദ്ദേഹം അതേക്കുറിച്ച് റിസർച്ച് നടത്തി 2 വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ അഡ്മിന്മാർ പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രവർത്തകരാണ്, അവരെ എഴുന്നള്ളിച്ചു കൊണ്ടുവരുന്നതാകട്ടെ ജമാഅത്തെ ഇസ്ലാമിയും എന്നാണ് മോഹൻ മാസ്റ്റർ പ്രസംഗിച്ചത്. ഇന്ന് അദ്ദേഹം പറയുന്നു, ഞാൻ അങ്ങനെ അവരെ കുറ്റപ്പെടുത്തിയില്ല, മെക്സവനെ കുറ്റപ്പെടുത്തിയതല്ല, ഇത്തരം പൊതുവേദികൾ വർഗീയവാദികളും മതരാഷ്ട്രവാദികളും സംഘപരിവാറും, ഇന്ന് അദ്ദേഹം സംഘപരിവാറിനെ കൂടി അതിൽ ചേർത്തിട്ടുണ്ട്, സംഘപരിവാറും അതിൽ നുഴഞ്ഞു കയറാനുള്ള സാധ്യതയെക്കുറിച്ചുള്ള മുന്നറിയിപ്പാണെന്നാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്നറിയാം. അദ്ദേഹം പറഞ്ഞത് പാളിപ്പോയി ഒന്നെങ്കിൽ, അല്ലെങ്കിൽ അത് തിരിച്ചടിയായി അദ്ദേഹം അതിനെ തിരുത്തുകയാണ്. എന്തിനാണ് ഇത്തരത്തിലുള്ള ഒരു പൊതു കൂട്ടായ്മയെ, ഒരു മതേതര കൂട്ടായ്മയെ വർഗീയ ചാപ്പ അടിച്ചത് മോഹൻ മാസ്റ്റർ? എന്തായാലും ഇന്ന് ഇതേക്കുറിച്ച് വിശദീകരിക്കാൻ CPM-ൻ്റെ പ്രതിനിധികൾ എത്തുന്നില്ല, അങ്ങ് അത് വിശദീകരിക്കുന്നത് കഴിയും. അജിംസെ, ഇതിൽ മെക്സവൻ മൾട്ടിപ്പിൾ എക്സസൈസ് കോമ്പിനേഷൻ ഓഫ് 7 എന്ന് പറയുന്ന ഒരു കൂട്ടായ്മയെ സംബന്ധിച്ചിടത്തോളം 2012 ആരംഭിക്കുകയും 2022 വരെ മന്ദഗതിയിലായിരിക്കുകയും ചെയ്തു എന്നുള്ളത് നിങ്ങൾക്കാർക്കും അഭിപ്രായ വ്യത്യാസമില്ലല്ലോ. 2022 മുതൽ 2024 കാലയളവിൽ 1000-ലധികം ശാഖകളുള്ള വളരെ വേഗത്തിൽ പടർന്നു പന്തലിക്കാൻ കഴിയുന്ന ഒരു ജീവിതശൈലി നിയന്ത്രണ വിധേയമാകുന്ന വ്യായാമമായി നാം അതിനെ കാണുന്നത് മാത്രം അത്ര സതുദ്ദേശപരമല്ല എന്നുള്ളതാണ് എൻ്റെ പക്ഷം. കാരണം ഈ 2022 മുതൽ 2024 വരെയുള്ള ഈ വ്യായാമ കൂട്ടായ്മയുടെ വളർച്ച കേരളത്തിൽ ജീവിതശൈലി രോഗങ്ങൾ 2022 ശേഷം വ്യാപകമായി എന്നുള്ളത് കൊണ്ടല്ലല്ലോ. ഇതിൻ്റെ പിന്നിൽ ചില സംശയങ്ങൾ തോന്നുന്ന തരത്തിലുള്ള പ്രവർത്തന രീതി ഇതിൻ്റെ അഡ്മിന്മാരെ കേന്ദ്രീകരിച്ച് 2 വാട്സാപ്പ് കൂട്ടായ്മ ഉദാഹരണമായി തന്നെ മോഹൻ മാഷ് പറഞ്ഞിട്ടുള്ളതിൽ ആ 2 വാട്സാപ്പ് കൂട്ടായ്മയുടെ നിയന്ത്രണം നേതൃത്വം എന്ന് പറയുന്നത് നിരോധിത സംഘടനയായ PFIയുടെ നേതാക്കന്മാർ ആണ് എന്ന് പറയുമ്പോൾ വളരെ സ്വാഭാവികമായി ഇവിടെ മുഹമ്മദ് ഷാ ചോദിക്കുന്ന നമുക്ക് മറുവാദം ഉന്നയിച്ച് സന്ദേശപരമായ ഒരു മുന്നറിയിപ്പാണെങ്കിൽ മുഹമ്മദ് ഷാ ഇവിടെ പറയുന്നത് ആ വാട്സാപ്പ് ഗ്രൂപ്പുകൾ ഏതാണ്, അവരാരാണ് എന്ന് മോഹൻ മാസ്റ്റർ പറയട്ടെ എന്നാണ്, ഇവർക്ക് നടപടി സ്വീകരിക്കാം. അല്ല, അതിലിപ്പോൾ ഇതൊരു രജിസ്റ്റേർഡ് സംഘടനയോ അങ്ങനെ ഒരു ബൈലയോടുകൂടി പ്രവർത്തിക്കുന്ന സംഘടനയല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായും അങ്ങനെ ഒരു സംഘടനയുടെ പിൻബലമില്ലാതാകുമ്പോൾ സ്വാഭാവികമായി അവരുടെ നടപടികൾക്ക് എത്രത്തോളം ഉണ്ട് എന്ന് സംശയിക്കേണ്ടി വരും. മാത്രമല്ല, ഇതിൽ ചില നുഴഞ്ഞുകയറ്റക്കാർ കയറിയിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. പിന്നെ ഇനിയിപ്പോൾ നമുക്ക് പറയുകയാണ്, എന്താണ് ആ നുഴഞ്ഞുകയറ്റം, ആരാണ് കയറിയിട്ടുള്ളത്? അല്ല, ഞാൻ അതിലേക്കാണ് വരുന്നത്. ഇപ്പോൾ നമുക്ക് മറുവാദമായിട്ട് ഉന്നയിക്കാൻ കഴിയും. ഇത് പറഞ്ഞത് CPM-ൻ്റെ നേതാവ് മോഹൻ മാഷ് മാത്രമല്ല, ഇത് പറഞ്ഞത് സമസ്തയുടെ നേതാക്കന്മാർ പറയുന്നു. മറ്റ് മുസ്ലിം സംഘടനകളുടെ തന്നെ നേതാക്കന്മാർ ഇതേ അഭിപ്രായം പങ്കുവയ്ക്കപ്പെടുമ്പോൾ
സ്വാഭാവികമായ ആ സംശയം വരുന്നു എന്നുള്ളതൊരു പ്രധാനപ്പെട്ട അസ്കർ പ്രശ്നമല്ലേ? മുസ്ലിം അപ്പോൾ സംഘടനകളുടെ നമുക്ക് നേതാക്കന്മാരല്ല. മറുവാദമായിട്ട് ഉന്നയിക്കാം. മലബാർ മേഖലയിലാണ് അസ്കർ വസ്തുതാപരമായി മെക്സവൻ സംസാരിക്കണമല്ലോ. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിലുള്ള സമസ്തയിലെ 1-2 പേർ, അതിലെല്ലാവരും പറയുന്നില്ല, ഒരാൾ കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയാണ് അവരുടെ യുവജന വിഭാഗത്തിന്റെ, മറ്റൊരാൾ എന്ന് പറയുന്നത് കാന്തപുരത്തിന്റെ മകൻ തന്നെ ഈ വാദത്തെ പിന്തുണച്ചും രംഗത്തെത്തിയിട്ടുണ്ട്. 2 പേർ മാത്രമേ പരസ്യമായി സംസാരിച്ചിട്ടുള്ളൂ. അല്ല, സ്വാഭാവികമായി കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ സംഘടനയ്ക്ക് ഇത്തരമൊരു അഭിപ്രായമുണ്ട് എങ്കിൽ അവർ കേരളത്തിലെ പ്രബല മുസ്ലിം സംഘടന എന്ന നിലയിൽ സ്വാഭാവികമായ അത്തരം അതിൽ മതപരമായ മറ്റ് ആശയപരം വിശ്വാസപരമായിട്ടുള്ള ആശയപരമായിട്ടുള്ള നിലപാടുകളുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ കൂടി ഉണ്ടാവാം. ഒരുപക്ഷെ സ്ത്രീകൾ പൊതുനിരത്തിൽ വരുന്നതിനെ സമസ്ത എതിർക്കുകയും കാന്തപുരം വിഭാഗം കടുത്ത രീതിയിൽ അതിനെ എതിർക്കുകയൊക്കെ ചെയ്യുന്ന ഘട്ടത്തിൽ വ്യായാമത്തിനു വേണ്ടി സ്ത്രീകൾ പൊതുയിടത്തിൽ വരുന്നതിന് ഒരുപക്ഷെ ആ ഒരു നിലയിൽ നമുക്കതിനെ നിരാകരിക്കാൻ കഴിയും. പക്ഷെ മറിച്ച് ഇതിൽ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള പ്രശ്നം നിലനിൽക്കുന്നത് ഇതൊരു ഇസ്ലാമോഫോബിയ ആണ് എന്ന അർത്ഥത്തിൽ വാദമുഖങ്ങൾ ഉന്നയിക്കുന്നിടത്താണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. ഇസ്ലാമോഫോബിയ ഇപ്പോൾ വളരെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വാക്കുകൂടിയാണ്. അതുകൊണ്ടാണ് ഇസ്ലാമോഫോബിയ എന്ന് പറയുമ്പോൾ മുസ്ലിങ്ങളെ ആകമാനം ബാധിക്കുന്ന ഏതോ തരത്തിലുള്ള അരികുവൽക്കരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം, അല്ലെങ്കിൽ ഭീകരവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ശ്രമം, അല്ലെങ്കിൽ ഭയപ്പെടുത്തുന്ന തരത്തിലുള്ള ഏതോ ഒരു ശ്രമം എന്ന അർത്ഥത്തിൽ ഇതിനെ കാണേണ്ട കാര്യമില്ല. സതുദ്ദേശപരമായ ഒരു വ്യായാമ കൂട്ടായ്മയാണെങ്കിൽ നെഞ്ചും വിരിച്ച് ഇക്കാര്യത്തെ വിശദീകരണം കഴിഞ്ഞ 3 ദിവസമായി ഈ മെക്സവന്റെ പ്രതിനിധികൾ നെഞ്ചു വിരിച്ച് തന്നെയാണ് പറയുന്നത്. പക്ഷെ നിങ്ങൾക്ക് മറുപടിയിൽ ആ 2 പേർ ആരൊക്കെയാണെന്ന് ഈ നിമിഷം വരെ മോഹൻ മാസ്റ്റർ പറഞ്ഞിട്ടില്ല. അപ്പോ അവരെ സംശയത്തിന്റെ മുനയിൽ നിർത്തുന്ന രീതിയിൽ സംസാരിക്കുന്നു. എന്നിട്ട് ഞാൻ സതുദ്ദേശപരമായി പറഞ്ഞാണെന്ന് പറഞ്ഞ് തടി തപ്പുന്നു. ഇതാണ് മോഹൻ മാസ്റ്റർ ചെയ്തത്. അജിം സെയ്ദിലിപ്പോൾ എല്ലാ മതവിഭാഗങ്ങളുടെയും ഒരു കൂട്ടായ്മയും സതുദ്ദേശപരമായി ഇതൊരു വ്യായാമ കൂട്ടായ്മയാണെങ്കിൽ ഏതൊരു അന്വേഷണത്തെയും നേരിടുന്നതിന് അന്വേഷിക്കേണ്ടത് നിങ്ങളല്ലേ? നോക്കൂ, ഈ സംസ്ഥാന സർക്കാരിന് കീഴിൽ ഒരു ഇന്റലിജൻസ് സംവിധാനമല്ല. കഴിഞ്ഞ 2022 മുതൽ 2022 മുതൽ 2024 വരെ വൈറൽ ആയി പടർന്നു പിടിച്ച ഈ ഒരു സംഘടന 1000ഓളം യൂണിറ്റിലുണ്ടായ സംഘടനയ്ക്ക് പിന്നിൽ അസ്വാഭാവികതയുണ്ടെന്ന് മോഹൻ മാസ്റ്റർ തോന്നിയെങ്കിൽ മോഹൻ മാസ്റ്റർ ഒരു കസ്റ്റഡം കടലാസിൽ പിണറായി വിജയൻ ഒരു കത്തെഴുതിയാൽ പോരെ ഇവരെ കുറിച്ച് അന്വേഷിക്കണമെന്ന്? എന്തേ അന്വേഷിക്കാത്തത്? ഇവിടുത്തെ ഇന്റലിജൻസ് സംവിധാനം ആരുടെ കീഴിലാണ്? അവരെന്താ അന്വേഷിക്കാത്തത്? അല്ല അജിംസി, ഇതിൽ 2 പ്രശ്നമുണ്ട്. ഒന്ന്, മോഹനം വാശിന് ഇന്റലിജൻസിന്റെ തൊഴിലല്ല ഉള്ളത്. അദ്ദേഹം പൊതു ഇടങ്ങളിൽ നിന്ന് ലഭിക്കുന്ന അഭിപ്രായങ്ങളുടെയും അദ്ദേഹം നേരിട്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഒന്നുകൂടി നമുക്ക് കേൾക്കാം. ഒരു നിമിഷം അദ്ദേഹം പ്രസംഗിക്കുന്ന പ്രസംഗം ഒന്നുകൂടി ഇടൂ. അസ്കർ ഒന്ന് കേൾക്കട്ടെ. ഈ വാട്സപ്പ് കൂട്ടായ്മ ഇതിന്റെ ഒക്കെ അഡ്മിൻ കണ്ടുപിടിച്ച് തേടി നിങ്ങളെ ജില്ലയിൽ ഒരിക്കലേക്കാണ് എത്തിയത്. 2 ആളെ പറ്റി അന്വേഷിച്ച് നോക്കുമ്പോൾ നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ടിന്റെ ആളുകളാണ്. ഇവരെഴുന്നള്ളിച്ച് കൊണ്ടുവരുന്നതാരാ? ജമാഅത്തെ ഇസ്ലാമി. ഇദ്ദേഹം അന്വേഷിച്ച് തേടി ചെന്നപ്പോൾ അദ്ദേഹം കണ്ടുപിടിച്ചത് 2 വാട്സപ്പ് അഡ്മിനുകളുടെ കൂട്ടായ്മയിൽ ഉള്ളത്, അതിന്റെ അഡ്മിന്മാരായിട്ടുള്ളത് പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകരാണ്. അവരെ വഴി തെളിയിച്ചു കൊണ്ടുവരുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ്. ഇത് അദ്ദേഹത്തിന്റെ സംശയമല്ല, ഇത് സതുദ്ദേശപരമായ ഒരു മുന്നറിയിപ്പല്ല, അദ്ദേഹം അന്വേഷിച്ച് കണ്ടെത്തിയ ഫാക്റ്റാണ്. എങ്കിൽ ഒരു നിരോധിത സംഘടന ആളുകൾ ഒരു പൊതു കൂട്ടായ്മയെ വർഗീയവൽക്കരിക്കാൻ വേണ്ടി അതിൽ നുഴഞ്ഞു കയറി എന്ന നിർണായക വിവരം പി മോഹൻ മാസ്റ്ററിന് ലഭിച്ചിട്ട് അത് ആഭ്യന്തര വകുപ്പിനെ അറിയിക്കണ്ടേ? അല്ല, ആഭ്യന്തര വകുപ്പിന് അതിൻ്റെതായ സംവിധാനങ്ങളല്ലോ. ഇന്റലിജൻസ് കാര്യത്തെ സംബന്ധിച്ച് ഇങ്ങനെ ഇത്തരത്തിൽ നിരോധിത സംഘടനയുടെ മുൻ പ്രവർത്തകർ ഇപ്പോൾ പുതിയ സംഘടന ഉണ്ടാക്കുകയും ആ സംഘടനയുടെ വാട്സാപ്പ് കൂട്ടായ്മകളുടെ അഡ്മിന്മാരായിട്ടൊക്കെ ഇരിക്കുകയെങ്കിൽ നിശ്ചയമായും അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും അത് മനസ്സിലാക്കാനുള്ള ക്രാണശക്തിയും ഒക്കെ തന്നെ കേരളത്തിലെ പോലീസിൻ്റെ ഇൻ്റലിജൻസ് വിഭാഗത്തിനുണ്ട്. ആ വിവരം ലഭ്യമായിട്ടുണ്ടാവേണ്ട ഇടങ്ങളിൽ ലഭ്യമായിട്ടുണ്ടാവും. ഒരു സംശയ കാര്യത്തിൽ വേണ്ട. ഇവിടെ ഉള്ള പ്രശ്നം എന്താ? നിങ്ങളിതിനെ കാണുന്നത് മറ്റൊരർത്ഥത്തിലാണ്. അതിനെ കാണുന്നത് ഇസ്ലാമിനെതിരെ നടത്തുന്ന ഇടതുപക്ഷത്തിന്റെ നിങ്ങളുടെ പ്രശ്നം. ഒരു നിമിഷം അസ്കർ, ഇത് ഇപ്പൊ ഇവരെ മെക്സവൻ ആകട്ടെ ഇത് ഇസ്ലാമോഫോബിക് ആണെന്ന് അവരെ ആരോപിക്കുന്നില്ല. അവർക്ക് അങ്ങനെ ഒരു ആരോപണമേ ഇല്ല. അവർ പറയുന്നത് മോഹനൻ മാസ്റ്റർക്ക് അങ്ങനെ ഒരു സംശയമുണ്ടെങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹം അന്വേഷിച്ച് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ആ വിവരം ഞങ്ങൾക്ക് തരൂ. അപ്പോൾ ആ വിവരമുണ്ടെങ്കിൽ അത് മറച്ചു വയ്ക്കുന്നു. അത് ഇന്റലിജൻസിനെ അറിയിക്കുകയോ പോലീസിനെ അറിയിക്കുകയോ പിണറായി വിജയനെ അറിയിക്കുകയോ ചെയ്യുന്നില്ല. പകരം ഒരു പൊതുവേദിയിൽ നിന്ന് അദ്ദേഹം ഇവരെ സംശയത്തിന് നിഴലിൽ നിർത്തുന്നു. എങ്കിൽ ഇന്ന് അദ്ദേഹം പറയുന്നത് സതുദ്ദേശപരമായ വിമർശനമാണെങ്കിൽ അവർ പറഞ്ഞു ഞാൻ ഇങ്ങനെ അന്വേഷിച്ചപ്പോൾ 2 അഡ്മിന്മാർ ഇങ്ങനെയാണെന്ന് കണ്ടെത്തി, ആ വിവരം അങ്ങ് പറഞ്ഞാൽ പോരെ, ഇവരെ നീക്കണം, അത് നിങ്ങൾക്ക് അപകടമാണ് എന്ന് പറയണ്ടേ? അത് പറയുന്നില്ല.
അത് പറയൂ എന്നാണ് ഇവർ പറയുന്നത്. അജിംസി ഇതിൽ കാണേണ്ടത് ഇപ്പോൾ നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിൻ്റെ 2 പ്രവർത്തകർ വ്യായാമ കൂട്ടായ്മയിൽ വരികയും അതിൻ്റെ വാട്സാപ്പ് കൂട്ടായ്മയുടെ അഡ്മിന്മാരായി വരികയും ചെയ്യുന്നത് അങ്ങനെ നമുക്ക് വലിയ വിമർശനത്തിന് സാധ്യതയുള്ള ഒരു പ്രശ്നമായി കാണാൻ എനിക്ക് കഴിയുന്നില്ല. കാരണം നിരോധിത സംഘടനയുടെ പ്രവർത്തകരായിരുന്നു എന്നുള്ളത് കൊണ്ട് അവർക്ക് പൊതുജീവിതം അങ്ങനെ നിരാകരിക്കാനും പാടില്ലല്ലോ. അപ്പോൾ പൊതുജീവിതത്തിൽ അല്ലെങ്കിൽ അവർക്ക് വ്യായാമം ചെയ്യുന്നതിനുള്ള അവകാശത്തെ നിഷേധിക്കാനും ആവില്ല. അപ്പോൾ അതല്ല ഇതിലിവിടുത്തെ പ്രശ്നം. മോഹനൻ മാസ്റ്റർ പ്രശ്നം എന്താണ് നോക്കൂ. മോഹനൻ മാസ്റ്റർ പറയുന്ന ഫാക്ട് എന്ന രീതിയിൽ അവതരിക്കുന്ന പ്രശ്നം എന്താണ്? 2 വാട്സപ്പ് ഗ്രൂപ്പുകളുടെ അഡ്മിന്മാരായി നിരോധിത സംഘടനയുടെ പ്രവർത്തകരാണുള്ളത്. അവരാനയിച്ചു കൊണ്ടുവരുന്നത് ജമാഅത്തെ ഇസ്ലാമിയും. ആ പാർട്ടിയിലേക്ക് നമുക്ക് പോകാം, അവരാനയിക്കുന്നത് നമുക്ക് വേറെ പോകാം. ഈ 2 നിരോധിത സംഘടനയുടെ പ്രവർത്തകർ ഒരു വ്യായാമ കൂട്ടായ്മയുടെ വാട്സപ്പ് അഡ്മിനായിരിക്കുന്നത് പ്രശ്നമാണ് എന്ന് മോഹൻ മാസ്റ്റർ പറയുകയാണ് അസന്ദിഗ്ധമായി. എങ്കിൽ അത് ആരാണ് എന്ന് പറയാനുള്ള ആർജവം അദ്ദേഹത്തിന് ഉണ്ടാകണം. അതല്ലെങ്കിൽ മുമ്പ് പറഞ്ഞത് വസ്തുതാവിരുദ്ധമാണെങ്കിൽ അതിന് മാപ്പ് പറയണ്ടേ? അങ്ങനെയല്ല, ഒരു വസ്തുതാവിരുദ്ധ കാര്യത്തിൽ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം പറയുന്നത് മെക്സവനെ വിമർശിക്കുകയല്ല. ഈ മെക്സവനിലേക്ക് കടന്നുകൂടുന്ന ആളുകൾ ഇതിൻ്റെ മറവിൽ ഉണ്ടാക്കാൻ പോകുന്ന അല്ലെങ്കിൽ വരുത്താൻ പോകുന്ന മാറ്റങ്ങളെക്കുറിച്ച് ജാഗരൂകരായിരിക്കാൻ പൊതുസമൂഹത്തെ ഉപദേശിക്കുകയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അതാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നാം ഇപ്പോൾ പറയേണ്ടത്. അസ്കർ ഇന്ന് സംഘപരിവാറിനെ കൂടി ഉൾപ്പെടുത്തിയാണ്. അപ്പോൾ സംഘപരിവാറിൻ്റെ ആൾക്കാർ മെക്സവനിൽ വന്നു കഴിഞ്ഞാൽ അവർ അതിനെ സംഘവൽക്കരിക്കും, കാവ്യവൽക്കരിക്കും എന്ന ആശങ്കയുണ്ട്. ഈ ജമാഅത്തെ ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടും വന്നാൽ അവരുടെ ആശയം അതിൽ പ്രചരിപ്പിക്കുന്ന ആശങ്കയുണ്ട്. ഒരൊറ്റ കാര്യം, കേരളത്തിൽ ഇതുപോലെ വൈറലായ മറ്റൊരു വ്യായാമ കൂട്ടായ്മ ഉണ്ടായിരുന്നു. അങ്ങേക്ക് ഓർമ്മയുണ്ടാവും, ആർട്ട് ഓഫ് ലിവിങ്. ശ്രീ രവിശങ്കർ നടത്തിയതാണ്. അത് ഇതിലും പെട്ടെന്ന് വൈറലായി. ഓരോ ഗ്രാമാന്തരങ്ങളിലും അതിൻ്റെ യൂണിറ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ലയോ നമുക്കറിയില്ല. ഒരു 2001-2010 കാലത്താണ് കേരളത്തിൽ അത് വ്യാപകമായത്. ആ സമയത്ത് ഇങ്ങനൊരു ആശങ്ക CPM നേതാക്കൾക്കോ ഉണ്ടായിരുന്നോ? അതിനകത്ത് ആരൊക്കെ കയറിക്കൂടും, ആരൊക്കെ വരും, ഇനി എല്ലാം പോട്ടെ, അതിൻ്റെ ഉപജ്ഞാതാവായ ശ്രീ രവിശങ്കർ ആരാണെന്നുള്ള ബോധം CPM അങ്ങനെയല്ല. ഇപ്പോൾ വ്യായാമ കൂട്ടായ്മകൾ ഇപ്പോൾ ശ്രീ രവിശങ്കറിൻ്റെ ആർട്ട് ഓഫ് ലിവിങ് മാത്രമല്ല ഉള്ളത്. CPM തന്നെ ചേതന യോഗ എന്ന പേരിൽ യോഗയുടെ ശാസ്ത്രത്തെയും സംബന്ധിച്ച് വളരെ കൃത്യമായ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലുടനീളം ഒരു ഘട്ടത്തിൽ ചേതന യോഗ എന്ന പേരിൽ യോഗാഭ്യാസത്തിന് വേണ്ടിയിട്ടുള്ള യൂണിറ്റുകൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് പ്രവർത്തനം മന്ദീഭവിച്ചിരിക്കുന്ന സാഹചര്യം, കോവിഡാനന്തരം സംഭവിച്ചുള്ളൊരു മാറ്റം കൂടിയാണിത്. അപ്പോൾ അതങ്ങനെ പ്രവർത്തനമില്ലാതെ നിലനിൽക്കുകയാണ്. അങ്ങനെ CPM നടത്തിയിട്ടുണ്ട്. മാത്രമല്ല, നമുക്കറിയാമല്ലോ, ശാഖകൾ RSSൻ്റെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ശാഖകളുള്ളത് കേരള സംസ്ഥാനത്താണ്. അപ്പോൾ RSS ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ശാഖകൾ നടത്തുന്നത്, ശാഖകളുടെ തുടക്കമെന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള വ്യായാമ കൂട്ടായ്മകളായിരുന്നു. ആ വ്യായാമ കൂട്ടായ്മകളിലൂടെ രാഷ്ട്രീയം പറയുകയും സംഘപരിവാറിൻ്റെ ഫാസിസ്റ്റ് നയങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തു. അതിനുശേഷം അവരെ ആശയപരമായി അത്തരത്തിൽ പ്രാപ്തരാക്കി എന്നുള്ളതാണല്ലോ RSSൻ്റെ കേരളത്തിലെ ചരിത്രം നമുക്ക് മുന്നിലുള്ളത്. അപ്പോൾ അത്തരത്തിൽ ആരെങ്കിലും ശ്രമം നടത്തിയാൽ അത് ജാഗരൂകതയോടുകൂടി നിൽക്കണം എന്ന അർത്ഥത്തിൽ CPMന് കാഴ്ചപ്പാടുണ്ട്. അതുകൊണ്ടാണ് മോഹന മാഷിനെ പോലുള്ള പരിണിതപ്രജ്ഞനായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ സതുദ്ദേശപരമായി തന്നെ പൊതുവായ വേദികളിൽ RSSകാർ നുഴഞ്ഞു കയറുന്നതും CPMന് പ്രശ്നമാണ് എന്ന ആ വാദത്തെ ഞാൻ മുഖവിലക്കെടുത്തുകൊണ്ട് ചോദിക്കട്ടെ. സംസ്ഥാന സർക്കാർ രൂപീകരിച്ച നവോത്ഥാന സംരക്ഷണ സമിതി എന്ന പൊതുവേദിയിൽ ഒരു RSകാരൻ നുഴഞ്ഞു കയറിയല്ല, നേരിട്ട് കയറിയിരുന്നു. അതിൻ്റെ കൺവീനറായിരുന്നു. സുഗതൻ എന്നോ മറ്റാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ അത് നുഴഞ്ഞു കയറ്റമാണോ, നേരെ കടന്നു വരലാണോ? അവർ ആ ആശയം ആ പൊതുവേദിയിൽ കലർത്തില്ലേ? അതിനെതിരെ CPMനും സർക്കാരിനും ജാഗ്രത വേണ്ടേ? അല്ല, നവോത്ഥാന സമിതി മറ്റൊരാശയത്തിൻ്റെ മറ്റൊരു രൂപത്തിൽ പ്രവർത്തിച്ചിരുന്ന ഒരു സമിതിയാണ്. നവോത്ഥാന സമിതിയിൽ നിരവധി ആളുകൾ പങ്കെടുത്തിട്ടുണ്ട്. അതിൽ അവരെ ഉന്നയിക്കുന്ന കേരളത്തിൻ്റെ നവോത്ഥാന മൂല്യങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളതാണ് ആ സമിതിയുടെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ലക്ഷ്യമെന്ന് പറയുന്നത്. ആ ലക്ഷ്യത്തിനോടൊപ്പം നിൽക്കുന്ന ആളുകൾ വന്നു കഴിഞ്ഞാൽ ആ ലക്ഷ്യത്തിലേക്ക് അടുക്കും. അതിൽ മുൻ RSSകാരനോ അല്ലെങ്കിൽ ഇപ്പോൾ RSSൻ്റെ പ്രവർത്തകനായിട്ടുള്ള ആൾ കടന്നുകൂടി വരിക എന്നുള്ളതല്ലല്ലോ. അതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നതാണ്. ഇവിടെ മെക്സവൻ എന്ന് പറയുന്നത് ആ സംഘടനയെ സംബന്ധിച്ചിടത്തോളം ജീവിതശൈലി രോഗങ്ങളെ അകറ്റുന്നതിന് ആവശ്യമായിട്ടുള്ള 7 വ്യത്യസ്ത തരമായിട്ടുള്ള ഈ എക്സസൈസ് മാത്രമാണ് അല്ലെങ്കിൽ വ്യായാമം മാത്രമാണ് എന്നുണ്ടെങ്കിൽ
അതിന് ഒരു തരത്തിലും ആരും എതിർക്കാൻ പോകുന്നില്ല. പക്ഷേ അതിനുശേഷം അതിൽ നടക്കുന്ന പ്രസംഗങ്ങൾ, അതിനോടൊപ്പം നടക്കുന്ന മറ്റു പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് സംശയം അവിടെ പ്രസംഗമൊന്നും നടക്കുന്നില്ല. അത് വിശദീകരിച്ച് നമ്മൾ ധാരാളം വീഡിയോകൾ കഴിഞ്ഞ 3 ദിവസമായി മാധ്യമങ്ങൾ കാണിക്കുന്നുണ്ട്. അവിടെ ആകെ നടക്കുന്നത് വ്യായാമം, അത് കഴിഞ്ഞ് പരസ്പരം കൈ കൊടുത്ത് പിരിയുക, പരസ്പരം പരിചയപ്പെടുക. അവിടെ പ്രസംഗമോ അല്ലെങ്കിൽ പ്രബോധനമോ അല്ലെങ്കിൽ ആശയപ്രചരണമോ ഒന്നുമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് പോകുമ്പോൾ കാണാമായിരുന്നു. അല്ല, അതിപ്പോൾ നമുക്ക് പരിശോധിക്കപ്പെടേണ്ടതാണല്ലോ. നമ്മൾ പൊതുബോധത്തിലേക്ക് നമുക്ക് അങ്ങനെ അത് വേറിറക്കുന്നതിനുള്ള സമയമായിട്ടില്ല. ടി മുഹമ്മദ് വേളം അത് അന്വേഷിക്കട്ടെ. ടി മുഹമ്മദ് വേളം തളിപ്പറമ്പ് ഏരിയ സമ്മേളനത്തോടനുബന്ധിച്ച് പി മോഹൻ മാസ്റ്റർ പ്രസംഗിച്ചത്, അതായത് 2 വാട്സപ്പ് ഗ്രൂപ്പുകളുടെ അഡ്മിന്മാർ പോപ്പുലർ ഫ്രണ്ടുകാരാണ്, നിരോധിത സംഘടനയുടെ പ്രവർത്തകരാണ്, അവരെ ആനയിച്ചു കൊണ്ടുവരുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ് എന്നാണ്. അപ്പോൾ ഇത് ഈ മെക്സവൻ്റെ ഓർഗനൈസേഴ്സ് ശ്രദ്ധിക്കുന്നില്ല, അവിടെ അങ്ങനെ കടന്നുകൂടിയിട്ടുണ്ട്. അപ്പോൾ അത് വളരെ അപകടകരമായ ഒരു രീതിയാണ്. ഒരു പൊതുവേദിയിൽ CPM എതിർക്കുന്ന ഒരു നിരോധിത സംഘടന, CPM എതിർക്കുന്ന ജമാഅത്തെ ഇസ്ലാമി പോലുള്ള CPMൻ്റെ ഭാഷയിൽ മതരാഷ്ട്രവാദികളായ ആളുകൾ അങ്ങനെ കടന്നുകൂടാൻ പാടില്ല എന്നൊരു സതുദ്ദേശം മാത്രമേ മോഹൻ മാസ്റ്റർ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് ഇന്ന് അദ്ദേഹം വിശദീകരിക്കുന്നത്. എന്താണ് നിങ്ങളുടെ നിലപാട്? അജിംസെ, ഞാൻ ഈ വിവാദം ഉണ്ടായപ്പോൾ ആലോചിച്ചൊരു കാര്യം, ലോകത്ത് തന്നെ ഈ പെയിൻ ആൻഡ് പാലിയേറ്റീവ് പ്രസ്ഥാനം ആരംഭിച്ചതും അതിന് വളരെ ഗ്രാസ് റൂട്ടിൽ വേരുകളുള്ളതും കേരളത്തിലാണ്, പ്രത്യേകിച്ച് മലബാറിലാണ്. കേരളം ലോകത്തിന് നൽകിയ വലിയ ഒരു സംഭാവനയാണ് അത്. സാധാരണക്കാരായ മനുഷ്യർ, രോഗികളായ നിരാലംബരായ മനുഷ്യർക്കിടയിൽ ചെറിയ പരിശീലനങ്ങളോടുകൂടി ആരോഗ്യ സേവനങ്ങൾ ചെയ്യുന്ന വലിയ ഒരു നെറ്റ്വർക്ക്, ഒരു മൂവ്മെൻ്റാണത്. കൂടുതലത് വിശദീകരിക്കേണ്ടതില്ല. അത് ഇന്ന് കേരളത്തിൽ വളരെ തെക്കും വടക്കുമെല്ലാം അതിന് സ്വാധീനമുണ്ട്, അതിന് നെറ്റ്വർക്കുകളുണ്ട്. അത് ലോകത്ത് തന്നെ കേരളത്തിൻ്റെ ഒരു മാതൃകയായി സ്വീകരിക്കപ്പെടുന്നുണ്ട്. ഇത് കേന്ദ്രത്തിൽ BJP അധികാരത്തിൽ വരികയും അതേപോലെ കേരളത്തിൽ CPIMൻ്റെ ഇസ്ലാമോഫോബിയ ഇത്ര കലശലാവുകയും ചെയ്യുന്നതിന് ശേഷമായിരുന്നു ഈ ഒരു സംവിധാനം കേരളത്തിലുണ്ടായിരുന്നത് എങ്കിൽ, പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലാണത് ആരംഭിക്കുന്നത്. ഇതുപോലെ തന്നെ മെക്സവൻ പോലെ തന്നെ മുസ്ലിം പേരുകളുള്ള ആളുകളാണ് അതിൻ്റെ മുൻനിരയിൽ പ്രവർത്തിക്കുന്നത്. മുസ്ലിം സംഘടനകളെല്ലാം, എല്ലാ മുസ്ലിം സംഘടനകളും അതിനോട് ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അവർക്കെല്ലാം പെയിൻ ആൻഡ് പാലിയേറ്റീവ് പൊതുകൂട്ടായ്മകളുടെ പ്രവർത്തനങ്ങൾ സംഘടനയുടെ ഭാഗമായിട്ടൊക്കെ ഉണ്ട്. സ്വാഭാവികമായും ഇതിൻ്റെ പിന്നിൽ തീവ്രവാദികളാണ്, അല്ലെങ്കിൽ ഇത് തീവ്രവാദികൾ നുഴഞ്ഞു കയറുന്നു എന്ന് പറയുകയും CPIM, RSSും CPIMും ചേർന്ന് കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും ഒക്കെ ചേർന്ന് അത്തരമൊരു ക്യാമ്പയിൻ നടത്തി അതിനെ നശിപ്പിച്ച് കളയുമായിരുന്നു. അങ്ങനെ നശിപ്പിച്ച് കളയാൻ കഴിയാതെ പോയത് അവർക്ക് അധികാരവും അത്തരമൊരു സാമൂഹിക സാഹചര്യം നിലവിലില്ലാത്തൊരു കാലത്താണ് കേരളത്തിൽ പെയിൻ ആൻഡ് പാലിയേറ്റീവ് പ്രസ്ഥാനം ആരംഭിച്ചത് എന്നതുകൊണ്ട് മാത്രമാണ്. ഇപ്പോൾ CPIM പോലും അതിൻ്റെ ബ്രാഞ്ചുകൾ ഉണ്ടാക്കാനും നെറ്റ്വർക്കുകൾ ഉണ്ടാക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അത് അത്രയും എസ്റ്റാബ്ലിഷ്ഡാണ്. ഇത്രയും മെക്സവൻ്റെ കാര്യത്തിലുമുള്ളൂ. ഇതിൽ മുസ്ലിങ്ങളാണ് ഇതിൻ്റെ മുന്നണിയിലുള്ള കുറേ ആളുകൾ, എല്ലാ മതസ്ഥരായ ആളുകളും ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. മുസ്ലിങ്ങൾ മുന്നണിയിലുള്ള ഏത് കാര്യത്തെക്കുറിച്ചും അത് തീവ്രവാദമാണ്, അതിൽ തീവ്രവാദികൾ നുഴഞ്ഞു കയറിയിരിക്കുന്നു എന്ന് പറയുക എന്നത് വളരെ എളുപ്പമാണ്. ഇതിൻ്റെ പേരാണ് ഇസ്ലാമോഫോബിയ. ഇതിൽ ഇസ്ലാമോഫോബിയ ആരോപിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് ഇടത് സഹയാത്രികൻ ഇവിടെ പറയുന്നുണ്ട്. സുഹൃത്തെ, ഇതിൻ്റെ പേരാണ് ഇസ്ലാമോഫോബിയ. മുസ്ലിം പേരുള്ളത്, മുസ്ലിങ്ങൾ അധികമുള്ളത്, മുസ്ലിങ്ങൾ അധിവസിക്കുന്ന പ്രദേശങ്ങൾ. മുഹമ്മദ് വേളത്തിന്റെ ആരോപണം ഞാൻ ഒന്ന് ചോദിക്കട്ടെ. മോഹൻ മാസ്റ്റർ ഇത് പ്രസംഗിച്ചിട്ട് 2-3 ആഴ്ചയായി. തളിപ്പറമ്പ് ഏരിയ സമ്മേളനത്തിലാണ് പ്രസംഗിച്ചത്. അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഇത് വലിയ തോതിൽ വിവാദമാവുന്നപ്പോഴാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ കീഴിലുള്ള സമസ്തയുടെ കീഴിലെ യുവജന സംഘടനയുടെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു. എന്താണോ മോഹനൻ മാസ്റ്റർ പറഞ്ഞത് അത് തന്നെ പോപ്പുലർ ഫ്രണ്ടും ജമാഅത്തെ ഇസ്ലാമിയുമാണ് ഇതിന് പിന്നിലെന്ന് ആരോപിച്ചുകൊണ്ട് അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു. അതേ തുടർന്നാണ് ഇതൊരു വലിയ വിവാദമായത്. ഏറ്റവും ഒടുവിൽ ചില മാധ്യമങ്ങൾ NIA അന്വേഷിക്കാൻ വരുന്നു എന്നവർ വാർത്ത കൊടുത്തത്. അപ്പോൾ ഈ CPM ഉന്നയിക്കുന്ന ഒരു ആരോപണത്തെ ഇസ്ലാമോഫോബിക് എന്ന് നിങ്ങൾ പറയുമ്പോൾ കാന്തപുരത്തിൻ്റെ ആരോപണത്തെ നിങ്ങൾ എന്ത് വിളിക്കും? 2 കാര്യമാണ് അജിംസ് അതിൽ പറയാനുള്ളത്. ഒന്ന്, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിലുള്ള സമസ്ത എന്ന് പറയുന്നത് രാഷ്ട്രീയമായി ന്യൂട്രലായ ഒരു സമസ്തയല്ല, മറിച്ച് CPIMൻ്റെ ഒരു മുസ്ലിം ഫ്രണ്ടൽ ഓർഗനൈസേഷനാണത്.
അത് ഇപ്പോൾ ഈ VK വിഭാഗത്തിലെ മറ്റൊരു ഫ്രാക്ഷന് ഒക്കെ പോലെ തന്നെ CPIM-ന് ആവശ്യമായ രാഷ്ട്രീയമായ അന്തരീക്ഷം ഒരുക്കി കൊടുക്കുക എന്നതാണ് അവരെല്ലാ കാലത്തും നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ധർമ്മം. അവർക്ക് ഒരു കാലത്ത് അരിവാൾ സുന്നികൾ എന്ന ഒരു പേര് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് CPM-ന് വേണ്ടിയുള്ള ഒരു ഫെസിലിറ്റേഷൻ വർക്ക് എന്നാണ് അതിനെക്കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്തത്, പിന്നെ ഇനി മുസ്ലിങ്ങളുടെ ഏതെങ്കിലും ഒരു വിഭാഗം പറഞ്ഞു എന്നതുകൊണ്ട് ഇസ്ലാമോഫോബിയ അല്ലാതാവൂ. ഇപ്പോൾ ഒരു ദളിത് ഗ്രൂപ്പ് അല്ലെ ഏതോ ഒരു ദളിത് സമൂഹത്തിൽപ്പെട്ട ഒരാൾ ദളിത് വിരുദ്ധമായ പരാമർശം നടത്തിയാൽ, ഒരു സ്ത്രീ വിരുദ്ധമായ പരാമർശം നടത്തിയാൽ, ഒരു മറ്റേതെങ്കിലും വിഭാഗത്തിൽപ്പെട്ട ആ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അവർക്കെതിരായ പരാമർശം നടത്തിയാൽ അവരുടെ വിഭാഗത്തിൽപ്പെട്ട ആളല്ലേ, പിന്നെ അതെങ്ങനെയാണ് ദളിത് വിരുദ്ധമാവുക, സ്ത്രീ വിരുദ്ധമാവുക എന്ന് ചോദിക്കുന്നത് രാഷ്ട്രീയമായി തെറ്റായ ചോദ്യമാണ് അജിംസ്. മറിച്ച് ആര് ചോദിക്കുന്നു എന്നല്ല. ഇനി മുസ്ലിം അല്ലാത്ത ഒരാൾ ഇസ്ലാമോഫോബിയക്ക് എതിരായിട്ട് പറഞ്ഞാൽ, മുസ്ലിം അല്ലാത്ത ആൾ പറഞ്ഞാൽ എങ്ങനെ ആന്റി ഇസ്ലാമോഫോബിക് ആവുക? ഇത് ഒരു വംശം കൊണ്ട് നിർണ്ണയിക്കപ്പെടുന്ന ഒരു കാര്യമല്ല. മുസ്ലിമായ ആളുകൾ വളരെ ഇസ്ലാമോഫോബിക്കായ നിലപാടുകൾ എടുക്കാറുണ്ട്, വളരെ ഇസ്ലാമോഫോബിക്കായ പ്രചരണങ്ങൾ നടത്താറുണ്ട്, പല കാരണങ്ങളാൽ അത്തരം പ്രചരണങ്ങൾ നടത്താറുണ്ട്. അപ്പോൾ ഏതെങ്കിലും മുസ്ലിം വ്യക്തികളോ, ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഇടത് സഹയാത്രികൻ തന്നെ മുസ്ലിം പേരുള്ള ആളാണ്, എത്ര ഇസ്ലാമോഫോബിക്കായ അല്ലേ, മോഹനം മാഷി പിറകോട്ട് പോയി, ആ പിറകോട്ട് പോയിടന്ന് അദ്ദേഹം വീണ്ടും മുന്നോട്ടാണ് സഞ്ചരിക്കുന്നത്. അങ്ങേയറ്റം ഇസ്ലാമോഫോബിക്കായ ആരോപണങ്ങളാണ് അദ്ദേഹം ഈ മെക്സവനെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം മുസ്ലിങ്ങൾ പറയുന്നു അത് സംഭവിക്കും. ഞാൻ മുമ്പ് ഒരു ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ട്, ഹിറ്റ്ലർ പിന്നെ ജർമ്മനിയിൽ നാസികൾക്കെതിരായ ഈ കണ്ട എല്ലാ ആക്രമണങ്ങളും നടത്തുമ്പോൾ അതിനെ പിന്തുണച്ച ജൂതന്മാരുണ്ടായിരുന്നു എന്ന് അന്നാ ഹാരന്റിനെ പോലുള്ള അത് പഠിച്ച ആളുകൾ പറയുന്നത് കാണാൻ പറ്റും. അതുകൊണ്ട് മുസ്ലിങ്ങൾ പറയുന്നുണ്ട് എന്നതല്ല, അത് രാഷ്ട്രീയമായി ശരിയാണോ, അതിന്റെ പ്രത്യാഘാതം എന്താണ്? അപ്പൊ NIA അന്വേഷണം നടക്കുന്നു, ജമാഅത്തെ ഇസ്ലാമിക്കെതിരെയാണോ അജിംസെ അന്വേഷണം നടക്കുക, പോപ്പുലർ ഫ്രണ്ടിനെതിരെയാണോ എനിക്കറിയില്ല. ജമാഅത്തെ ഇസ്ലാമിക്ക് സവിശേഷമായ ബന്ധവുമില്ല. മുഹമ്മദ് വേളം, അത് ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്താണ്. അങ്ങനെ NIA അത് സ്ഥിരീകരിക്കപ്പെട്ടു എന്ന് ഇവിടെ ഒരു എഫ്ഐആർ ഇട്ടിട്ടില്ല. അജിംസെ ആയിക്കോട്ടെ, വേണ്ട ഇങ്ങനെ ഓക്കെ, ഇത്തരത്തിലുള്ള വലിയൊരു പ്രചരണം നടക്കുന്നു. എന്നിട്ട് ഒരു പോലീസ് അന്വേഷണം, ഒരു കേന്ദ്ര ഗവൺമെന്റ് അന്വേഷണം നടക്കുന്നു. എവിടെയാണ് അന്വേഷണം നടത്തുക? അത് ജമാഅത്തെ ഇസ്ലാമിയുടെ ഓഫീസിലല്ല, കോഴിക്കോട്ടെയും മലപ്പുറത്തെയും ധാരാളം മുസ്ലിം ചെറുപ്പക്കാരുടെ വീടുകൾ കയറിയിറങ്ങി അവിടെയാണ് അന്വേഷണം നടക്കുക. ഇതിനുള്ള ഫെസിലിറ്റേഷനാണ് ഈ ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് CPIM ഇപ്പോൾ മാത്രം നടത്തിയ ഒരു കാര്യമാണോ? കേരളത്തിലെ CAA വിരുദ്ധ സമരത്തില് തീവ്രവാദികൾ നുഴഞ്ഞു കയറി എന്ന് ഇതേപോലെ മോഹനം മാഷ് ഇന്ന് പറയുന്ന അതേ ഭാഷയിൽ അന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. എവിടെ? ആഭ്യന്തര വകുപ്പ് കൂടി കൈവശം വെക്കുന്ന മുഖ്യമന്ത്രിയാണ് ആ കാര്യം പറഞ്ഞത്. എങ്കിൽ അതിന്റെ പേരിൽ ഇപ്പൊ 2 വാട്സപ്പ് ഗ്രൂപ്പിന്റെ കേസാണല്ലോ മോഹനം മാഷ് പറയുന്നത്. അത് പറയുന്നത് ഒരു പാർട്ടി സെക്രട്ടറിയാണ്, പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയാണ്, സാക്ഷാൽ മുഖ്യമന്ത്രി ഈ കാര്യം പറഞ്ഞിട്ട്. എന്നാൽ ഏത് സമരത്തില് ആരാണ് നുഴഞ്ഞു കയറിയത് അയാൾക്കെതിരെ ഒരു FIR, ഒരു പെറ്റി കേസ് രജിസ്റ്റർ ചെയ്തോ? ഇത് ഒരു സമുദായത്തിന്റെ എല്ലാ തരം ഉണർവുകളെയും, സമുദായത്തിന്റെ മാത്രം ഉണർവല്ല, ഇതെന്ന് പറയുന്നത് എല്ലാ സമൂഹങ്ങളും പങ്കെടുക്കുന്ന NRC-CAA വിരുദ്ധ സമരം അങ്ങനെയാണ്, മെക്സവൻ അങ്ങനെയാണ്. മുസ്ലിം സമൂഹം ഇവിടെ ജീവിക്കുന്നു. അവര് പല ആളുകളെയും ചേർത്തുകൊണ്ട് പലരുമായും സഹകരിച്ചുകൊണ്ട് കോ എക്സിസ്റ്റൻസ് നടത്തിക്കൊണ്ട് പലതരം കാര്യങ്ങൾ അവർ ജീവിക്കുകയാണ്. അവർ സമരം ചെയ്യുന്നു, അവര് ഭക്ഷണം കഴിക്കുന്നു, അവർ എക്സസൈസ് ചെയ്യുന്നു. അതിലെല്ലാം എല്ലാ ആളുകളെയും ചേർത്തുകൊണ്ട് എല്ലാ ആളുകളോടും ചേർന്നുകൊണ്ട് നടത്തുകയാണ്. പക്ഷെ അങ്ങനെ ഒരു സമുദായം നടത്തുന്ന കാര്യങ്ങൾ മാത്രം, ഇതിവിടെ ക്രിസ്ത്യാനികൾ നടത്തുന്ന കാര്യത്തെക്കുറിച്ച് പിണറായി വിജയനോ മോഹനം മാഷ്കോ ഇങ്ങനൊരു പ്രശ്നമില്ല. ഹിന്ദു സമൂഹത്തിലെ പലതരം, അത് നായർ വിഭാഗമാണെങ്കിലും ഈഴവ വിഭാഗമാണെങ്കിലും ദളിത് പട്ടികജാതി വിഭാഗങ്ങളാണെങ്കിലും ആദിവാസി, അവരെക്കുറിച്ചൊന്നും ഈ പ്രശ്നമില്ല. മുസ്ലിം സമൂഹത്തിന്റെ മുൻകൈയിലോ അവർ ഭാഗവാക്കായിക്കൊണ്ടോ നടത്തുന്ന ഏത് കാര്യത്തെക്കുറിച്ചും തീവ്രവാദ ആരോപണം ഉന്നയിക്കുക, അത് പ്രൊഡ്യൂസ് ചെയ്യുക. എന്താണ് തുടർന്ന് സംഭവിക്കുന്നത്? വളരെ പെട്ടെന്ന് അത് BJP ഏറ്റെടുക്കുന്നു. ദേശീയ നമ്മുടെ സംഘപരിവാർ അനുകൂല വലതുപക്ഷ നാഷണൽ മീഡിയ ഏറ്റെടുക്കുന്നു. അതിന് വലിയ റിസൾട്ട് ഉത്തരേന്ത്യയിൽ ഒറ്റ കാര്യം ടീം മുഹമ്മദ് വേളം, അതായത് ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമിയാണ് ഇതിന് പിന്നിൽ നിന്നാണ് മോഹൻ മാസ്റ്റർ ആരോപിക്കും. ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമി ഒരു ആശയപ്രചാരണം നടത്തുന്ന ഒരു സംഘടനയാണല്ലോ. സ്വാഭാവികമായും നിങ്ങളുടെ ഒരു പ്രവർത്തകൻ ആ ഒരു വ്യായാമ കൂട്ടായ്മയിൽ ചെല്ലുന്നു, ആളുകളുമായി പരിചയപ്പെടുന്നു, ആളുകളോട് ജമാഅത്തെ ഇസ്ലാമിയുടെ സന്ദേശം, ആശയം പ്രചരിപ്പിക്കുന്നു. അതൊക്കെ CPM-ന് രാഷ്ട്രീയമായ പ്രശ്നമാണെങ്കിലും അവർക്കത് പറഞ്ഞുകൂടെ? ജമാഅത്തെ ഇസ്ലാമി ആശയപ്രചരണം നടത്തുന്നു. ഇത് മെക്സവനിലെ മാത്രം പ്രശ്നമല്ല. ജമാഅത്തെ ഇസ്ലാമിക്കാർ അവർ മനുഷ്യരോട് സംസാരിക്കുന്നു.
അപ്പോൾ ഇനി ഇതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ എങ്കിൽ മോഹനൻ മാഷ് അടുത്ത് പറയേണ്ട ഒരു കാര്യം എന്താണ്? ജമാഅത്തെ ഇസ്ലാമിക്കാർ കേരളത്തിലെ നിരവധി പ്രൈമറി, അപ്പർ പ്രൈമറി, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, കോളേജ് തലങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ജമാഅത്തെ ഇസ്ലാമിക്കാർ കോളേജിൽ പഠിപ്പിക്കരുത്, വിദ്യാലയങ്ങളിൽ പഠിപ്പിക്കരുത്. അവർ ഈ നാട്ടിൽ ജീവിക്കുന്നു, അല്ലെ, വീടുകളിൽ ജീവിക്കുന്നു, രാവിലെ അങ്ങാടി ഇറങ്ങുന്നു, വൈകുന്നേരം അങ്ങാടിയിൽ ഇറങ്ങുന്നു, അവർ റെസിഡൻഷ്യൽ അസോസിയേഷനുകളിൽ പ്രവർത്തിക്കുന്നു. അങ്ങനെ അവരും ഈ നാട്ടിൽ ജീവിക്കുന്ന മനുഷ്യരാണ്. മോഹനൻ മാഷ് എന്താണ് പറയാൻ ശ്രമിക്കുന്നത്? അവർ ഈ നാട്ടിൽ ജീവിക്കാൻ പാടില്ല എന്നാണോ? അവർക്കൊരു സാധാരണ ജീവിതം ഉണ്ടാകരുത് എന്നാണോ? അല്ലെങ്കിൽ അവരിവിടെ ജീവിക്കാൻ സമ്മതിക്കരുത്? അത് ഇടത് സഹയാത്രിയും വിശദീകരിച്ചാൽ കൊള്ളാം. അവർ സ്കൂൾ പോകാൻ പാടില്ല എന്നാണോ? അവർ പിന്നെ വീടുകൾ ജീവിക്കാൻ പാടില്ല എന്നാണോ? റെസിഡൻഷ്യൽ അസോസിയേഷനുകൾ ഭാഗവാക്കാകാൻ പാടില്ല എന്നാണോ? അങ്ങനെ ഇനി നിയമപരമായി ഒരു കാര്യം അങ്ങ് അതിനുകൂടി ഒന്ന് വിശദീകരണം നൽകിയാൽ. ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ട് നിരോധിത സംഘടനയാണ്. അവരിലെ ആളുകൾ ഇതിലെ വാട്സപ്പ് ഗ്രൂപ്പിലുണ്ടെന്നാണ് അസന്ദിഗ്ധമായി മോഹനൻ മാസ്റ്റർ പറയുന്നത്. അവരെ ആനയിച്ചു കൊണ്ടുവരുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ്. ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു ഫ്രണ്ടൽ ഓർഗനൈസേഷൻ ആയിരുന്നോ പോപ്പുലർ ഫ്രണ്ട്? അതിനു മുമ്പ് അജിംസ്, അതിവിടെ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ജമാഅത്തെ ഇസ്ലാമി എന്താണ്, പോപ്പുലർ ഫ്രണ്ട് എന്താണ് എന്നുള്ളത് വിശദീകരിക്കേണ്ട ഒരു കാര്യമല്ല. അതേസമയം എന്താണ് ഇതിലൂടെ മോഹനൻ മാഷ് ഉദ്ദേശിക്കുന്നത്? ജമാഅത്തെ ഇസ്ലാമിക്കാരെ ബഹിഷ്കരിക്കണം എന്നാണോ അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത്? എങ്കിൽ അത് അതിൻ്റെ വ്യക്തതയിൽ അദ്ദേഹം പറയുകയാണ് ചെയ്യേണ്ടത്. എങ്കിലൊരു ചോദ്യമുണ്ട് ഇവിടെ. ചർച്ചയിൽ ഇടത് സഹയാത്രികൻ പറയുന്നുണ്ട്, ജമാഅത്തെ ഇസ്ലാമിക്കാരെ എവിടെയെങ്കിലും ഒരു സംവിധാനത്തിൽ ഉണ്ടായാൽ അവരുടെ ആശയം സ്പ്രെഡ് ചെയ്ത് കളയും. എങ്കിൽ ഇടതുപക്ഷം മറുപടി പറയേണ്ട ഒരു കാര്യമുണ്ട് അജിംസ്. ഇവിടെ പിന്നെ ഹജ്ജ് കമ്മിറ്റിയിൽ, വഖഫ് ബോർഡിൽ, പാലോളി കമ്മിറ്റിയിൽ, ഇങ്ങനെ സർക്കാർ ഉണ്ടാക്കിയ നിരവധി കമ്മിറ്റികളിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രതിനിധികൾ ഇടതുപക്ഷ സർക്കാരുകളുടെ ആഭിമുഖ്യത്തിൽ സേവനമനുഷ്ഠിച്ച ഒരു ഭൂതകാലം, അതിവിദൂരമൊന്നുമല്ലാത്ത ഒരു ഭൂതകാലം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അതൊക്കെ പബ്ലിക് ഡൊമൈനിൽ ഡോക്യുമെന്റഡ് ആയ, അവൈലബിൾ ആയ കാര്യമാണ്. അന്നൊന്നുമില്ലാത്ത ഒരു പ്രശ്നം ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് ഇന്നെങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്ന് മോഹനൻ മാഷ് വിശദീകരിച്ചാൽ കൊള്ളാം. ഇനി ഇടത് സഹയാത്രിയും വിശദീകരിക്കുമെങ്കിൽ അത് വിശദീകരിച്ചാൽ കൊള്ളാം. എന്നാണോ, അല്ലെങ്കിൽ രണ്ട് വിഭാഗങ്ങൾ, ഒന്ന് CPM-ഉം CPM-ന്റെ ഔദ്യോഗിക പ്രതിനിധി ചർച്ചയിലില്ല. അതുപോലെ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ പ്രതിനിധിയും വിളിച്ചിരുന്നു, അവരും ഇതിൽ പങ്കെടുത്തിട്ടില്ല എന്ന് ദൗർഭാഗ്യകരമായി പോയി. അത് ഞാൻ അറിയിക്കുകയാണ്. മുഹമ്മദ് ഷാ, ഇപ്പോൾ മോഹനൻ മാസ്റ്ററുടെ കൺസേൺ, നിങ്ങളെപ്പറ്റിയുള്ള സതുദ്ദേശപരമായ ആശങ്ക, മോഹനൻ മാസ്റ്ററുടെ ശത്രുക്കളായി കരുതുന്ന, രാഷ്ട്രീയ ശത്രുക്കളായി കരുതുന്ന ആളുകളുണ്ട്. വർഗീയവാദികൾ, മതരാഷ്ട്രവാദികൾ, സംഘപരിവാർ എന്നൊക്കെ CPM വിളിക്കുന്ന ആളുകൾ. അവരുടെ പ്രവർത്തകർ അതിൽ വന്നു കഴിഞ്ഞാൽ അതിനെ അവരെ ഹൈജാക്ക് ചെയ്യാൻ സാധ്യത എന്നുള്ളൊരു നിഷ്കളങ്കമായ കൺസേൺ ആണ് എന്ന് മുഖവിലക്കെടുക്കുക. നിങ്ങൾ ഈ ആളുകളെ കൂട്ടിച്ചേർക്കുമ്പോൾ ഇവരൊക്കെ ഏത് ആശയക്കാരാണ്, ഏത് രാഷ്ട്രീയക്കാരാണ്, ഇതൊക്കെ അന്വേഷിച്ചിട്ടാണോ? ഇനി വന്നു ചേരുന്ന ആളിൽ ഇനി യഥാർത്ഥത്തിലൊരു ഭീകരനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളങ്ങനെ കണ്ടുപിടിക്കും? അതായത് ഈ മെക്സവലിൽ അതാത് യൂണിറ്റുകളിൽ, അതാത് പ്രദേശങ്ങളിലുള്ള ആളുകൾ മാത്രമേ വരുള്ളൂ. ഇപ്പോൾ കോഴിക്കോട് ജില്ലയിലുള്ള ഒരാൾ കുണ്ടോട്ടിയിലോ മലപ്പുറം ജില്ലയിലോ വന്ന് എക്സസൈസ് എടുക്കൂല. അതെടുക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾ എവിടെ നിന്നാണ്, ആരാണ്, ഞങ്ങൾ കൃത്യമായി ഞങ്ങൾ അന്വേഷിക്കും. അതാത് പ്രദേശത്തുള്ള ആളുകൾ അതാത് പ്രദേശത്ത് നടക്കുന്ന യൂണിറ്റിൽ നടക്കുന്ന എക്സസൈസിൽ മാത്രമേ പങ്കെടുക്കുള്ളൂ. അപ്പോൾ അവിടെയുള്ള ആളുകൾക്കറിയല്ലോ ഇതാരാണ് എന്നുള്ളത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ 2 വർഷവും, ഇപ്പോൾ ഒരാഴ്ചയായിട്ടുള്ളൂ ഈ വിവാദമായ സംഗതികളുണ്ടായിട്ട്, ഈ 2 വർഷവും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പരാതിയോ ഒരു പരാമർശമോ എവിടുന്നും നമുക്ക് ലഭിച്ചിട്ടില്ല, എവിടുന്നും കിട്ടിയിട്ടില്ല. ഇങ്ങനെ ഇവർ പറയുന്ന തീവ്രവാദികൾ എന്ന് പറയുന്ന ആളുകൾ അങ്ങനെ ഒരു വിവാദം ഉണ്ടാക്കി എന്നുള്ളത് ഒരു യൂണിറ്റിൽ നിന്ന് ഞങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മാത്രവുമല്ല അവിടെ 21 എക്സസൈസ് ചെയ്യുന്നു. അവിടെ ഒരു 5 മിനിറ്റോ മാക്സിമം പോയിട്ടുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ്, ഒരു മാസമോ അല്ലെങ്കിൽ 15 ദിവസമോ വന്ന ആളുകളുടെ ഒരു ഫീഡ്ബാക്ക് അവിടെ പറയുന്നു. അവർക്ക് ആരോഗ്യപരമായിട്ട് മാനസികപരമായിട്ടുണ്ടായ ഒരു ഉല്ലാസം, അവർക്ക് ആരോഗ്യപരമായിട്ടുണ്ടായ ആ ഒരു ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്കുണ്ടായ ആ ഒരു സുഖങ്ങൾ, അത് 2 മിനിറ്റിൽ അവരുടെ പറയും. പിന്നെ അവരിങ്ങനെ കൈ കൊടുത്ത് എല്ലാവരും അങ്ങോട്ട് പിരിഞ്ഞു പോകും. അല്ലാത്തൊരു പ്രസംഗം ഒന്നും അവിടെ നടക്കുന്നില്ല. പിന്നെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടീൻ്റെ ഒരു ആശയങ്ങൾ അവിടെ പറയേ, അല്ലെങ്കിൽ മതസംഘടനകളുടെ അഭിപ്രായം അവിടെ പറയേ, അവിടെ ഇന്നേ വരെ ഞങ്ങളിപ്പോൾ 1000-ഓളം യൂണിറ്റുകളുണ്ട്. ഈ 1000-ഓളം യൂണിറ്റുകളും എവിടെയും അത് നടന്നിട്ടില്ല. ഞങ്ങൾക്ക് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് പറയാൻ കഴിയും. കാരണം അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കറിയാമല്ലോ, എല്ലാ യൂണിറ്റുകളും ഒരു രാഷ്ട്രീയ പാർട്ടിൻ്റേത് അല്ലെങ്കിൽ ഒരു മതസംഘടനയിലോ ആളുകൾ മാത്രം ഉൾക്കൊള്ളുന്ന ഒരു യൂണിറ്റും ഇല്ല. അതിലെല്ലാ വിഭാഗം ആളുകളുണ്ട്.
പിന്നെ ഇവർ പറയുന്ന അതിതീവ്രമായ ആളുകൾ ഏതെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ അതാത് യൂണിറ്റിലുള്ള ആളുകൾക്ക് അറിയില്ലേ. ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഒരു യൂണിറ്റിലുള്ള ആ പ്രദേശത്തുള്ള ആളുകൾ അവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ, അപ്പുറത്തേക്ക് ആരും പോവില്ല. പോവുകയാണെങ്കിൽ തന്നെ അത് കൃത്യമായി ആരാണ് എന്താണ് എന്ന് പൂർണ്ണമായി അന്വേഷണം നടത്തിയിട്ടേ ഞങ്ങൾ അയാളെ പറഞ്ഞേക്കാറുള്ളൂ. പിന്നെ എന്തിനാണ് ഇതിന് വേവലാതി? ഇത് നമുക്കറിയില്ല, 50 വയസ്സ് കഴിഞ്ഞ ആളുകൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് അവരൊരുപാട് പ്രയാസപ്പെട്ട് ജീവിക്കുന്ന ആളുകളാണ്, ജീവിതശൈലി രോഗം കൊണ്ട്. ആ ആളുകൾ 20 മിനിറ്റ് കൊണ്ട് നിഷ്പ്രയാസം ഒരു ചെലവും ഇല്ലാതെ ഒരു പിന്നെ പൈസ വാങ്ങാതെ ചെയ്തു പോകുന്ന ആളുകളെ എന്തിനാണ് വെറുതെ പിന്നിട്ട് കഷ്ടപ്പെടുത്തുന്നത്? അത് അവർ ചെയ്തു പോയിക്കോട്ടെ എന്ന് കരുതിയാൽ പോരെ. ഇല്ല, ഈ വിവാദം നിങ്ങൾക്ക് ഗുണകരമായോ അതോ ഇനി NIA ഒക്കെ വന്ന് പ്രശ്നമാവോ? ഞങ്ങൾക്കൊരു പ്രശ്നമില്ല. ഞങ്ങൾക്ക് ഏത് അന്വേഷണം വന്നു. കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കൊരു ബാങ്ക് അക്കൗണ്ട് ഇല്ല, ഒരു പിരിവില്ല, ഒരു അഡ്മിഷൻ ഫീ ഇല്ല, ഞങ്ങൾക്ക് പിന്നെ മാസാന്ത പിരിവുകൾ ഞങ്ങൾ വാങ്ങുന്നില്ല, ഞങ്ങൾക്കൊരു ഓഫീസില്ല, ഒന്നുമില്ല. ഇത് എല്ലാവരുടെയും ഇത് വേണ്ട എന്ന് നശിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആർക്ക് പോയി? ഇവിടുത്തെ പാവപ്പെട്ട ആളുകൾക്ക് പോയി, സാധാരണക്കാരുടെ ആൾ പോയി. മുതലാളിമാർക്കൊരു പ്രശ്നമല്ല, കാരണം അവരുടെ വീട്ടിൽ അവർക്ക് ജോഗിങ് ചെയ്യാൻ എല്ലാ സംവിധാനങ്ങളുണ്ട്. പാവപ്പെട്ട ആളുകൾ അതാത് പിന്നെ കൂലിപ്പണി എടുത്ത് അവരുടെ ആരോഗ്യം പുഷ്ടിപ്പെടുത്താൻ അവരെ സംബന്ധിച്ചിടത്തോളം കഴിയും. പക്ഷേ ഈ ഓഫീസിൽ പോകുന്ന ആളുകൾക്ക്, സാധാരണക്കാരായ ആളുകളാണ് ഈ വരുന്നത്, അവർക്ക് ഇതിങ്ങനെ കൂട്ടമായി ചെയ്യുമ്പോൾ അവർക്ക് ഒരു ഉല്ലാസമുണ്ട്, ഒരു ഉന്മേഷമുണ്ട്. അവരുടെ നാട്ടിലുള്ള ആളുകൾ, കണ്ടുമുട്ടാത്ത ആളുകൾ, നമ്മളൊക്കെ മതിൽക്കെട്ടിൻ്റെ ഉള്ളിലുള്ള ആളുകളാണ്. അവരൊക്കെ ഒന്ന് കാണാനും അവരൊക്കെ ഒന്ന് പരിചയപ്പെടാനും ഉള്ളൊരു വേദിയാണത്. അതാണ് ആരോഗ്യ കൂട്ടായ്മ. അതിൽ വേറെ ഒരു സതുദ്ദേശത്തോടുകൂടെ ആരും ഇതിനെ കാണേണ്ട കാര്യമില്ല. പിന്നെ അങ്ങനെ കാണുന്ന ആളുകൾ ഒരു 2 ദിവസം ഏതെങ്കിലും ഒരു യൂണിറ്റിൽ, ഞങ്ങൾ ഇന്ന യൂണിറ്റ് എന്ന് പറയുന്നില്ല, അവർക്ക് സംശയമുള്ള ഒരു യൂണിറ്റിൽ പോയിട്ട് ഇവിടെ ഇങ്ങനെ നടക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിച്ചിട്ട് അവർ പറയട്ടെ. അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത്തരം ആളുകളെ പേരിൽ നടപടിയായിട്ട് മുന്നോട്ട് പോവാൻ, ഏത് തരത്തിലുള്ള നടപടിയായിട്ട് പോവാൻ ഞങ്ങൾ തയ്യാറാണ്. ശരി മുഹമ്മദ് ഷാ. ശ്രീ BN ഹസ്കർ, CPM-ന്റെ പ്രശ്നം ജമാഅത്തെ ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടുമാണ്. അത് പല ഘട്ടങ്ങളിലായി CPM പറയാറുണ്ട്. ഇപ്പോൾ കരിപ്പൂർ എയർപോർട്ടിലെ സ്വർണ്ണക്കടത്തിന് പിന്നിൽ നിരോധിത സംഘടനകൾക്ക് ബന്ധമുണ്ട് എന്ന് മുഖ്യമന്ത്രിയുടെ പേരിൽ പ്രസ്താവന പത്രത്തിൽ അച്ചടിച്ചു എന്ന് നമ്മൾ കണ്ടതാണ്. അത് പിന്നീട് അദ്ദേഹം പിൻവലിച്ചു എന്നൊക്കെ ശരിയാണ്. എല്ലാറ്റിനും പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയാണ്. എല്ലാ തീവ്രവാദ ആരോപണങ്ങളും ഈ നിരോധിത സംഘടന എന്ന പോപ്പുലർ ഫ്രണ്ടിൽ നിങ്ങൾ ചാർത്തുന്നുണ്ട്. ഇതിനൊരു മറുവശം CPM കാണുന്നുണ്ടോ? ഇത് ആരാണ് ഏറ്റെടുക്കുന്നത്? ഇപ്പോൾ ഉദാഹരണത്തിന് നോക്കുക, ലവ് ജിഹാദ് എന്ന പദം കോയിൻ ചെയ്തതിന് ശേഷമാണ്, അങ്ങനെ ഒരു പ്രചാരണം തുടങ്ങിയതിന് ശേഷമാണ് കേരളത്തിൽ ഈ മതം മാറ്റം നടക്കുന്നു, കേരളത്തിൽ ഒരു മുസ്ലിം ഭൂരിപക്ഷ സംസ്ഥാനമാക്കാൻ ശ്രമിക്കുന്നു എന്ന് CPM-ന്റെ പൊളിറ്റ് ബ്യൂറോ അംഗമായിരുന്നു. അന്ന് പൊളിറ്റ് ബ്യൂറോ അംഗമാണോ? അല്ല, അന്ന് അദ്ദേഹം പുറത്താണ്. അദ്ദേഹം ഡൽഹിയിൽ പോയി വാർത്താ സമ്മേളനം നടത്തിയത്. പിന്നീട് VS അച്യുതാനന്ദൻ പറഞ്ഞു, മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ പറഞ്ഞു എന്ന് പറഞ്ഞാണ് ഇന്ത്യ ഒട്ടാകെ ലവ് ജിഹാദ് പ്രചാരണം നടന്നത്. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ലവ് ജിഹാദിനെതിരെ നിയമനിർമ്മാണം നടത്തിയത്, മുസ്ലിം ചെറുപ്പക്കാരെ വിവാഹം കഴിച്ചതിൻ്റെ പേരിൽ UAPA ചാർത്തി പോലും ജയിലിലിട്ടത്. നിങ്ങൾ അത് മറന്നു പോകരുത്. ഇവിടെ എന്താണ്? ഇവിടെ മറ്റൊരു സംഭവം, ഒരു വ്യായാമ കൂട്ടായ്മ ഉണ്ടാകുന്നു. ആ വ്യായാമ കൂട്ടായ്മയിലും ഇത്തരത്തിലുള്ള ഒരു തീവ്രവാദ ആരോപണം നിങ്ങൾ ഉന്നയിക്കുന്നു. എല്ലാറ്റിനും പിന്നിൽ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നു. അതിന് ഈ ജമാഅത്തുകാരൊക്കെ വ്യായാമം ചെയ്യണമെന്ന് എനിക്കറിയില്ല. പക്ഷേ അതിന് പിഴയൊടുക്കേണ്ടി വരുന്ന ആരാണ്? ആർക്കെതിരെയായിരിക്കും നാളെ NIA അന്വേഷണം വന്നാൽ ഉണ്ടാവുക? P. മോഹനൻ CPM-ന്റെ ഭരിക്കുന്ന കക്ഷിയുടെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പറഞ്ഞു അതിൽ തീവ്രവാദികളുണ്ട് എന്ന്. നാളെ സംഘികൾ രാജ്യം മുഴുവൻ ഇപ്പോൾ തന്നെ പ്രചാരണം തുടങ്ങി, ട്വിറ്ററൊക്കെ എടുത്ത് നോക്കിയാൽ അറിയാം. അപ്പോൾ ഇതിൻ്റെ ഇരയായി മാറുന്നത് ആരാണ് എന്ന് നല്ല ബോധ്യത്തോടെയാണ് CPM ഇത് ചെയ്യുന്നത്. ഇനി അത് മോഹനൻ മാസ്റ്റർ ഞാൻ സതുദ്ദേശത്തോടെ പറഞ്ഞു എന്നുള്ളതൊന്നും ഉത്തരേന്ത്യയിൽ പ്രചരിക്കില്ല. ഉത്തരേന്ത്യയിൽ പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞു. അതിൽ നിങ്ങളെപ്പോലും അവർ കക്ഷി ചേർക്കുന്നുണ്ട് ആ പ്രചാരണത്തിൽ. ഇതിൻ്റെ യഥാർത്ഥ ഉദ്ദേശം എന്താണ് അസ്കർ? അജിംസെ, ഇതിൽ മുസ്ലിങ്ങളെ അപരവൽക്കരിക്കുന്നു എന്ന രീതിയിൽ ഒരു ഇസ്ലാമോഫോബിയ CPM പടർത്തുന്നു എന്ന അർത്ഥത്തിലുള്ള ഒരു പ്രചരണത്തിൻ്റെയും വ്യാപ്തി ഇക്കാര്യത്തിൽ ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ കാര്യം. മെക്സവനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ നമുക്ക് പരിശോധിക്കാം, ആയിരക്കണക്കിന് വ്യായാമ കൂട്ടായ്മകളുണ്ട്. ഏതൊരു നഗരത്തിലും ഗ്രാമപ്രദേശങ്ങളിലും പരിശോധിച്ചാൽ ഇത്തരം വ്യായാമ കൂട്ടായ്മകൾ നിരവധിയുണ്ട്. എന്തുകൊണ്ട് മെക്സവനെ മാത്രം വിരൽ ചൂണ്ടി ഇത്തരമൊരു ആരോപണം ഉന്നയിക്കപ്പെടുന്നു എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടത് തന്നെയല്ലേ? അത് ഇസ്ലാമിക കൂട്ടായ്മയാണ് എന്ന അർത്ഥത്തിലല്ലല്ലോ ഇത് പറയേണ്ടി വരുന്നത്. ഒരുപക്ഷെ മലബാർ മേഖലയിലായതുകൊണ്ട് അല്ലെങ്കിൽ മലപ്പുറത്തും മറ്റുമൊക്കെ വരുന്ന ഒരു വ്യായാമ കൂട്ടായ്മ നിലയിൽ മുസ്ലിങ്ങൾ മഹാഭൂരിപക്ഷം ഉണ്ടായിരിക്കാം.
അത് വസ്തുതകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. എന്നതുകൊണ്ട് മുസ്ലിങ്ങളാകമാനം ആകെ കുഴപ്പത്തിലായി എന്നുള്ള അർത്ഥത്തിലല്ല ഇതിൽ പറയപ്പെടുന്നത്. ഇതിൽ അപകടകരമായിട്ടുള്ള നുഴഞ്ഞുകയറ്റം വന്നിട്ടുണ്ട്. അത് കൃത്യമായി നിരോധിത സംഘടനയായ PFIയുടെയും ജമാഅത്തെ ഇസ്ലാമിന്റെയും ഭാഗത്തുണ്ട്. ജമാഅത്തെ ഇസ്ലാമിക്ക് രാഷ്ട്രീയ പ്രവർത്തനം അസ്കർ, ഈ വിദ്വേഷ പ്രചാരണം, ആളുകളെ ചാപ്പയടിക്കൽ, ഇതൊന്നും നേർക്ക് നേരെ പറഞ്ഞിട്ടല്ല നടക്കുക. അത് അസ്കറിനെ പോലെ ഒരാൾക്ക് നന്നായി അറിയാമല്ലോ, ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, മുസ്ലിങ്ങളെ അധിക്ഷേപിക്കുന്നതിന് സംഘപരിവാറുകാർ ഉപയോഗിക്കുന്ന പദം ഏതാണ്? സുഡുക്കൾ, സുഡാപ്പികൾ, മൗദൂദികൾ, ഇതാണ് പറയാറ്. സോഷ്യൽ മീഡിയ നമ്മൾ നോക്കിയാൽ അവരെ കാക്കാന്മാരെന്നോ അല്ലെങ്കിൽ മുസ്ലിങ്ങളെന്നൊന്നും പറഞ്ഞ് അധിക്ഷേപിക്കുകയല്ല ചെയ്യുക. സുഡുക്കൾ എന്ന് വിളിച്ചാൽ അത് കേൾക്കുന്നവൻ ആർക്കും മനസ്സിലാവും. അതുകൊണ്ട് നിങ്ങളൊരു കൂട്ടായ്മയിൽ പോപ്പുലർ ഫ്രണ്ടാണ് അതിൽ എന്ന്, അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയാണ് പിന്നിൽ എന്ന് പറഞ്ഞാൽ ഈ ഡോഗ് വിസിൽ കേൾക്കാൻ കാത്തിരിക്കുന്നവർക്ക് മനസ്സിലാവും നിങ്ങൾ എന്താ പറയുന്നത് എന്നുള്ളത്. നിങ്ങൾ ഉപയോഗിച്ച വാക്കേതെന്നല്ല പ്രശ്നം. അല്ല അജിംസ, ഇതിൽ ഒരു വിസിൽ ബ്ലോവറിൻ്റെ സ്ഥാനം CPMന് നൽകിക്കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത് മറുപക്ഷത്തിലുള്ള കൂട്ടായ്മയാണ്. ഇത് വിസിൽ ബ്ലോവിംഗ് അല്ല, ഡോഗ് വിസിൽ എന്നാണ് പറയാ. ഇതിലൊരു വലിയ രാഷ്ട്രീയ അതായത് ആക്രമിക്കാൻ പട്ടിയെ കൈഞ്ഞൊട്ടി വിളിക്കുന്ന ആ ഡോഗ് വിസിൽ, ദാ പോകുന്നു കള്ളൻ, പോയി ആക്രമിക്കൂ, ഇതാണ് പറയുന്നത്. അതായത് ഇവിടെ പോപ്പുലർ ഫ്രണ്ടുകാരുണ്ട്, സംഘപരിവാറെ നിങ്ങൾ അങ്ങോട്ട് നോക്കൂ, NIA നിങ്ങൾ അങ്ങോട്ട് നോക്കൂ, ഇതാ പറയുന്നതിന് അർത്ഥം. എന്തിനാ നമ്മൾ NIA ഭയപ്പെടേണ്ടത്? കേരളത്തിലെയും ഇന്ത്യയിലെയും മുസ്ലിം NIA എന്തിനാ ഭയപ്പെടുന്നത്? ഒരു അഭിഭാഷകനായ താങ്കൾ സമകാലിക NIA മുസ്ലിങ്ങൾ എന്തിനു ഭയപ്പെടണമെന്നാണോ ചോദിക്കുന്നത്? അങ്ങനെയല്ല. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരം പുരോഗമന ആശയങ്ങളുടെ വലിയ വേരോട്ടമുള്ളൊരു നാട്ടിൽ അങ്ങനെ ഒട്ടും NIA അങ്ങനെ വന്ന് കേരളത്തിലെ ആളുകളെ മുഴുവൻ പിടിച്ച് കേരളത്തിലെ മുസ്ലിങ്ങളെ തെരഞ്ഞു പിടിച്ച് ജയിലിനുള്ളിലിടും എന്ന അർത്ഥത്തിലുള്ളൊരു ഫോബിയ നിങ്ങൾ എന്തിനാ സൃഷ്ടിക്കണം? നിങ്ങളതങ്ങനെ സൃഷ്ടിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇവിടെ വളരെ സന്ദേശപരമായ ഒരു പരാമർശം. ഞാൻ നിങ്ങൾക്ക് നല്ല ഉദാഹരണം പറയാം. ഈ P. മോഹനൻ മാസ്റ്ററുടെ പ്രസ്താവനയ്ക്ക് ശേഷം നിങ്ങൾ വെറുതെ ഒന്ന് ഇന്നലത്തെയും മിനിഞ്ഞാന്നത്തെയും ഒക്കെ നാഷണൽ മീഡിയയുടെ ടെലികാസ്റ്റിംഗ്, അവരുടെ വെബ് പേജുകളൊക്കെ ഒന്ന് എടുത്തു നോക്ക്. ഇത് തന്നെയാണ് പറയുന്നത്. CPM ഭരിക്കുന്ന കേരളത്തിൽ തീവ്രവാദികൾ വ്യായാമത്തെ മറയാക്കി ആളുകളെ കൂട്ടുന്നു എന്നാണ് അവരുടെ പ്രചാരണം. അതിന് ആധാരമാവുന്ന എന്താണ്? CPMന്റെ ജില്ലാ സെക്രട്ടറിയുടെ ആരോപണം. ഏതുപോലെ ലവ് ജിഹാദിനെതിരെ നിയമം നിർമ്മിക്കാൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ പ്രസ്താവനയെ ഉപയോഗിച്ചതുപോലെ നിങ്ങൾക്കത് മനസ്സിലാക്കാത്തതാണോ അതല്ല മനസ്സിലായില്ല എന്ന് അഭിനയിക്കുന്നതാണോ? അങ്ങനല്ല അജിംസ, ഇതിലത്തൊരു വലിയ പ്രശ്നം, ഒരു വലിയ രാഷ്ട്രീയ പ്രശ്നം ഇക്കാര്യത്തിൽ നിലവിലുണ്ട്. കേരളത്തിലെ ചില പ്രബലരായിട്ടുള്ള മുസ്ലിം സംഘടനകൾ, ആ മുസ്ലിം സംഘടനകൾ ഇപ്പോൾ പണിയെടുക്കുന്നത് കേരളത്തിലെ UDFന് വേണ്ടിയിട്ടാണ്. അവർക്ക് മുസ്ലിം സമൂഹത്തെ ആകമാനം തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയും അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചതിന് ശേഷം മുസ്ലിം സമൂഹത്തെ ചേർത്ത് നിർത്തിക്കൊണ്ട് UDF കൃത്യമായ രാഷ്ട്രീയ ബോധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അല്ല അതാണ് പ്രശ്നം. നിങ്ങൾ പറയുന്നു കേരളത്തിലെ ചില മുസ്ലിം സംഘടനകൾ UDFനെ പിന്തുണയ്ക്കുന്നു, വോട്ട് ചെയ്യുന്നു. അങ്ങനെ ചെയ്യുന്നവരെയൊക്കെ നിങ്ങൾ തീവ്രവാദികൾ എന്ന് വിളിക്കും, അങ്ങനെയാണോ? അങ്ങനെ തീവ്രവാദി എന്നല്ലല്ലോ ഇക്കാര്യത്തിൽ കാണേണ്ടത്. കേരളത്തിലെ ചില പ്രബലരായിട്ടുള്ള മുസ്ലിം സംഘടനകൾ അവരിപ്പോൾ പണിയെടുക്കുന്നത് UDFന് വേണ്ടിയിട്ടാണ്. അവർക്ക് അവരുടെ ആ ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇസ്ലാമോഫോബിയാണെന്നും കേരളത്തിലെ മുസ്ലിം വീടുകളിൽ നാളെ മുതൽ NIAയുടെ പോലീസ് പട്ടിയെപ്പോലെ മണം പിടിച്ച് കയറി വരുമെന്നും നിങ്ങൾക്ക് സമാധാനമായി ഉറങ്ങാൻ കഴിയില്ലെന്നും അതിന് ആക്കം കൂട്ടുന്നതാണ് ഇടതുപക്ഷത്തിന്റെ പ്രവൃത്തികളെന്നും വിശിഷ്യ CPM നേതൃത്വം നൽകുന്നതും എന്നും വരുത്തി തീർക്കുന്ന പുതിയ നറേറ്റീവിന്റെ സൃഷ്ടിയാണെന്നേ. ഇതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവും എന്ന് പറയുകയാണെന്നിരിക്കട്ടെ. ഒരു നിമിഷം, അങ്ങയുടെ വാദത്തിന് വേണ്ടി സമ്മതിക്കുകയാണ്. മുസ്ലിങ്ങളെ തേടി നാളെ NIA വരും ഈ വിഷയത്തിൽ എന്ന് പറയുകയാണ്. അതിന് ഇടയാക്കിയത് ആരാണ് ഇടയാക്കിയത്? അങ്ങനെ പറയാനുള്ള സാഹചര്യം ഒരുക്കുന്നത് ആരാണ്? നിങ്ങൾ തന്നെ പറയുന്നു ഇതിൽ തീവ്രവാദികളുണ്ട് ഈ കൂട്ടായ്മയിൽ. ഈ തീവ്രവാദികളുണ്ട് എന്ന് നിങ്ങൾ അസന്ദിഗ്ധമായ ഒരു ഭരണകക്ഷിയുടെ ജില്ലാ സെക്രട്ടറി പറയാണ് ഉണ്ട് എന്ന് പറയുമ്പോൾ NIAക്ക് അത് മാത്രം മതി, ആ വിവരം മാത്രം മതി. അതുകൊണ്ട് ഭയപ്പെടേണ്ടത് എന്തിനാണ്? NIA ഭയപ്പെടുന്നത് എന്തിനാണ് എന്ന ചോദ്യം അഭിഭാഷകനായ ഹസ്കർ എന്നോട് ചോദിക്കുകയാണ് സമകാലിക ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട്. എനിക്ക് പേടിയാണ് NIA. അങ്ങനല്ല, NIA ഭയപ്പെടുക എന്നുള്ളതല്ല. ഞാൻ ചോദിക്കട്ടെ, നാളെ എൻ്റെ വീട്ടിൽ ഒരു നിമിഷം അജിംസെ, നാളെ എൻ്റെ വീട്ടിൽ എൻ്റെ പിന്നാലെ NIA വന്നു എന്നുള്ളത് കൊണ്ട് എനിക്കൊരു ഭയമില്ല ഇക്കാര്യത്തിൽ. ഞാൻ നെഞ്ചും പിരിച്ച് തന്നെ നിൽക്കുന്ന അക്കാര്യത്തെ സംബന്ധിച്ച് എനിക്കൊരു ഭയമില്ല.
അപ്പോൾ അങ്ങനെ പറയാൻ ധൈര്യം കാണിക്കാൻ എന്തുകൊണ്ട് ഈ പറയുന്ന മെക്സവന്റെ നേതൃത്വത്തിന് കഴിയുന്നില്ല അതായത് എന്നുള്ളതാണ് അസ്കർ, അപകടകരമായുള്ള ഞാൻ പ്രശ്നം. 2 സെക്കൻഡ് മുമ്പാണ് മാത്രമല്ല, പറഞ്ഞത് നിങ്ങൾ എനിക്ക് എന്തൊക്കെ എൻ ഐ എ ഭയമാണ്. ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ ഒരു നിമിഷം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ 2 സെക്കൻഡ് മുമ്പ് പറഞ്ഞു എനിക്ക് എൻ ഐ എ ഭയമാണെന്ന്. അസ്കർ പറയുന്നു എനിക്ക് എൻ ഐ എ ഭയമില്ല, എന്തിനാണ് ഭയക്കേണ്ടതെന്ന് ചോദിക്കുന്നു. ഇതൊരു രാഷ്ട്രീയ ക്വസ്റ്റ്യൻ ആണ്. അതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ? അതായത് ഞാൻ എൻ ഐ എ ഭയക്കുന്നില്ല, എൻ്റെ കയ്യിൽ ഒളിക്കാനൊന്നുമില്ല, എന്നെ എന്ത് വേണമെങ്കിലും എൻ ഐ എ ചെയ്തോട്ടെ എന്നൊരാൾ പറയുന്നത് ഒരു പ്രിവിലേജിന്റെ അടിസ്ഥാനത്തിലാണ്. അസ്കറിനെ എന്നെ ഒന്നും ചെയ്യില്ല എന്നുള്ള കോൺഫിഡൻസ് അസ്കറിനുണ്ട്. എന്നെ കൊണ്ടുപോകാൻ സാധ്യതയുണ്ടെന്നുള്ള പേടി എനിക്കുണ്ട്. കാരണം ഈ ഭരണകൂടം നിരോധിച്ച ഒരു മാധ്യമ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരനാണ് ഞാൻ. അല്ല, ഒരുപക്ഷെ അങ്ങനെ ഒരു ഭയം അങ്ങേക്കുണ്ട് എങ്കിൽ, അങ്ങയുടെ കൈകൾ ശുദ്ധമെങ്കിൽ അങ്ങേക്ക് ഭയപ്പെടേണ്ട കാര്യമില്ലല്ലോ. നമുക്കൊരു നിശ്ചിതമായ ശുദ്ധമായിട്ട് കാര്യമില്ലെന്നേ. എനിക്ക് നല്ല ഉറപ്പുണ്ട് ജീവിതത്തിൽ ഒരൊറ്റ നിമിഷം അങ്ങനെ ഉറപ്പുള്ള ആയിരക്കണക്കിന് മനുഷ്യർ NIA കേസ് അന്വേഷിച്ച് UAP ചാർജ് ജയിലിൽ കിടക്കുന്നുണ്ട്. അവരുടെ പോരാട്ടത്തിന് വേണ്ടി CPM MP-മാർ പാർലമെന്റിൽ പോരാടുന്നുണ്ട്. അതൊന്നും കാണാതെ പോകരുത്. അജിംസ് ഇതിൽ നിങ്ങളെ മാധ്യമം മീഡിയ വണ്ണം നിരോധിച്ചു. സുപ്രീം കോടതിയല്ലേ ആ നിരോധനം നീക്കിക്കൊണ്ട് വളരെ വലിയ തോതിലുള്ള വാദമുഖങ്ങൾ ഉന്നയിക്കുകയും അനുപാതമായിട്ടുള്ള വിധികളും ആ സുപ്രീം കോടതിയുടെ വിധിയിൽ ഉള്ളതല്ലേ. അപ്പോൾ സുപ്രീം കോടതി ഉത്തരവ് നമുക്ക് നിയമ സംവിധാനത്തിൽ വിശ്വസിച്ചുകൊണ്ട് പ്രവർത്തിക്കല്ലോ. നമുക്കിവിടെ സംഘബോധത്തിന്റെ അടിസ്ഥാനത്തിലല്ലല്ലോ നമുക്ക് കാര്യത്തെ കാണുന്നത്. അതായത് കൂട്ടായ്മകളിലൊക്കെ തീവ്രവാദികൾ ഉണ്ടെന്ന ആരോപണം ഉന്നയിക്കും. PV അൻവറിന് പിന്നിൽ തീവ്രവാദികൾ, കരിപ്പൂർ സ്വർണ്ണക്കുടത്തിന് പിന്നിൽ നിരോധിത സംഘടനകളും തീവ്രവാദികളും, അതായത് മലബാർ കേന്ദ്രീകരിച്ച് നടക്കുന്ന കുറേ അധികം കാര്യങ്ങളിൽ തീവ്രവാദ സാന്നിധ്യം, എല്ലാറ്റിനും പിന്നിൽ ജമാഅത്തെ ഇസ്ലാമി. ഇത് ഞങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. NIA വേണമെങ്കിൽ വന്ന് അന്വേഷിച്ചോട്ടെ, നമുക്ക് കോടതിയിൽ പോയി നിയമപോരാട്ടം നടത്തി രക്ഷപ്പെടാം. അതിന് സൗകര്യമില്ല അസ്കർ, അതിന് സൗകര്യമില്ല. കാരണം ഈ നിയമ നടപടി എന്ന് പറയുന്നത് തന്നെ ഒരു ശിക്ഷയായ രാഷ്ട്രീയ കാലാവസ്ഥയിലാണ് നമ്മളുള്ളത്. സിദ്ദീഖാപ്പൻ അകത്ത് കിടന്ന് ഒന്നും ചെയ്തിട്ടില്ല. 45,000 രൂപ ബാങ്ക് അക്കൗണ്ടിൽ ഉണ്ടായിരുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹത്തെ പിടിച്ച് അകത്തിട്ടത് UAP കേസിൽ. അല്ല, സിദ്ദീഖാപ്പൻ്റെത് വളരെ അപകടകരമായിട്ടുള്ള ഒരു രീതി തന്നെയായിരുന്നു NIA എടുത്തിട്ടുള്ളത്, UAP എടുത്തിട്ടുള്ളത്. അതൊക്കെ അപകടകരമല്ലാത്ത ഒരു കേസ് പറയാം. ഒരു കേസ് അങ്ങനെയല്ല അജിംസ്. ഇതിലിപ്പോൾ നമുക്ക് UAP പോലുള്ള ഒരു കരിനിയമം രാജ്യത്ത് നടപ്പിലാക്കുന്നതിനെ സംബന്ധിച്ച് സംഘപരിവാർ എടുക്കുന്ന നിലപാടുകളിൽ കടുത്ത അതിർത്തുകയും അതിനെതിരെ പോരാട്ടം നടത്തുകയും ചെയ്യുക എന്നുള്ളതാണ് CPM-ന്റെ നിലപാട്. ഒരു സംശയ കാര്യത്തിലില്ല. അങ്ങനെ തന്നെയായിരുന്നല്ലോ. CPM-ന്റെ MP-മാരടക്കം നിരവധി തവണ പാർലമെന്റിനുള്ളിൽ ഇക്കാര്യത്തെ സംബന്ധിച്ച് വിശദീകരിക്കുകയും ബഹിഷ്കരിക്കുകയും അവിടെ സമരം നടത്തുകയും ഒക്കെ ചെയ്ത ചരിത്രം നമുക്കുണ്ട്. അപ്പോൾ അത് ഇതുമായി കൂട്ടിക്കഴിക്കേണ്ടതല്ല. ഏതെങ്കിലും നിരോധിത മതസംഘടനകൾ പുതിയ രൂപത്തിൽ പുതിയ കാലഘട്ടത്തിൽ പരിശ്രമിച്ച് പുറത്തു വരാൻ ചില വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ രീതിയിൽ പുറത്തു വരുന്നു എങ്കിൽ അതിനെ ചൂണ്ടിക്കാണിക്കുക എന്നുള്ള ഉത്തരവാദിത്വം കൊണ്ട്. കാരണം ബഹുസ്വരതയുള്ള ഒരു നാട്ടിലാണ് നാം മാത്രമായി ഈ രാജ്യം മാറരുത് നിരോധിക്കപ്പെടേണ്ടതാണ്. ആ നിരോധനത്തെ പിന്തുണയ്ക്കുന്നു. ഇനി ഇവർക്കിടയിൽ ഈ സംശയം, CPM-ന്റെ സംശയം ഉണ്ടെങ്കിൽ അത് NIA അന്വേഷിച്ചു വന്ന് അവർക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തോട്ടെ. ഇങ്ങനൊരു നിലപാടാണോ CPM-ന്? അങ്ങനെയല്ല. പോപ്പുലർ ഫ്രണ്ടിൻ്റെ കാര്യമല്ല അത്. എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി ഏതൊരു സംഘടനാ പ്രവർത്തനത്തെ അങ്ങനെ നിരോധിക്കുന്നത് കൊണ്ട് അവസാനിപ്പിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്കറിയില്ല, RSSന് 100 വർഷത്തെ ചരിത്രമുണ്ട്. RSS കേരളത്തിൽ ആരംഭിക്കുന്നത് നിങ്ങളീ പറയുന്ന ഒരു വ്യായാമ കൂട്ടായും വളരെ സതുദ്ദേശപരമായിട്ടുള്ള ആളുകളെ കൂട്ടിക്കൊണ്ട് തന്നെയായിരുന്നു. പക്ഷേ അതിൻ്റെ ഇന്നത്തെ രാജ്യത്തിൻ്റെ അവസ്ഥ എന്താ? RSS ഇന്ന് ഇന്ത്യ മഹാരാജ്യത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തെന്ന് വളരെ കൃത്യമായിട്ട് നമുക്കറിയാവുന്നതാണ്. പക്ഷേ അതുപോലെ ഓരോ സംഘടനകളും വരുന്ന കാലഘട്ടത്തിലെ തന്നെ അതിൻ്റെ ലക്ഷ്യത്തെ സംബന്ധിച്ച് വളരെ ജാഗരൂകരായി പൊതുസമൂഹം നോക്കിക്കണ്ടാൽ അതിനെ ആ രീതിയിൽ തന്നെ നമുക്ക് നിരാകരിക്കാൻ കഴിയും. ഇപ്പോൾ നാദാപുരം ഡിഫൻസ് ഫോഴ്സ് എന്ന രീതിയിലാണ് പോപ്പുലർ ഫ്രണ്ടിൻ്റെ ആദ്യ രൂപം കേരളത്തിൽ പിറവിയിലുന്നത്. അതിനുശേഷം കേരളത്തിൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയായി മാറിക്കഴിഞ്ഞപ്പോൾ കേരളത്തിലുണ്ടായിട്ടുള്ള
സാഹചര്യം എത്രത്തോളം ഒരു പക്ഷേ ന്യൂനപക്ഷങ്ങൾ സംഘടിക്കുന്നത് കൊണ്ട് മറുവശത്ത് ഭൂരിപക്ഷം സംഘടിക്കുന്നു എന്നുള്ളത് വലിയൊരു അപകടകരമായ രാഷ്ട്രീയ സിദ്ധാന്തമല്ലേ? അതായത് പോപ്പുലർ ഫ്രണ്ട് ഉണ്ടാക്കിയതുകൊണ്ടാണ് 1925 RSS ഉണ്ടാക്കിയതെന്നാണ് അങ്ങയുടെ വാദം. അങ്ങനെയല്ല, ഭൂരിപക്ഷത്തെ എതിർക്കുന്നതിനാവശ്യമായിട്ടുള്ള ഒരു സിദ്ധാന്തം അല്ല പോപ്പുലർ ഫ്രണ്ട് കേരളത്തിൽ അവതരിപ്പിച്ചുകൊണ്ടിരുന്നത്. അത് ഭൂരിപക്ഷ സമുദായത്തിൻ്റെ സിദ്ധാന്തം എന്നുള്ള രീതിയിലല്ല അതിനെ കാണേണ്ടത്. ഭൂരിപക്ഷ സമുദായത്തിൻ്റെ ആശയങ്ങൾ എന്ന രീതിയിൽ ഭൂരിപക്ഷ സമുദായത്തെ സ്വാധീനിക്കാൻ കഴിയുന്ന തരത്തിൽ നടത്തിയിട്ടുള്ള ഇടപെടലുകളാണ് RSS നടത്തിയിട്ടുള്ളത്. അവരുടെ ലക്ഷ്യം എന്താ? അവരും മത രാഷ്ട്രവാദം തന്നെയാണ് പരമപ്രധാനമായി ഉന്നയിക്കപ്പെടുന്നത്. കൊടുക്കുന്നതായിരിക്കും. എങ്ങനെ പ്രവർത്തിക്കണം, എങ്ങനെ സംഘടിക്കണം, എങ്ങനെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തണം, ആരെ പിന്തുണയ്ക്കണം, അങ്ങനെ ഇവരെ പറഞ്ഞ് പഠിപ്പിക്കണം. അല്ലെങ്കിൽ RSS വളർന്നാലോ? ഞാൻ മടങ്ങി വരാം. ടി മുഹമ്മദ് വേളം, ഇത് ഈ പ്രചാരണത്തിന്റെ ഒരു ആത്യന്തിക ഫലം എന്താകും ഇന്ത്യയിൽ? ആജിംസ്, അതിന് മുമ്പ് എനിക്ക് അഷ്കറിനെ നേരിട്ട് പരിചയമില്ല. ആദ്യമായിട്ടാണ് ചർച്ചയിൽ ഞാൻ അദ്ദേഹത്തോട് സഹപാനലിസ്റ്റായിട്ട് പങ്കെടുക്കുന്നത്. അഷ്കർ എന്നത് തന്നെ നല്ല ഒരു കേസ് സ്റ്റഡിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. NIA കുറിച്ച് അദ്ദേഹം പറഞ്ഞ അതിൻ്റെ ആദ്യ ഭാഗങ്ങൾ, ഇവിടെ അദ്ദേഹം ഇടത് നിരീക്ഷകനാണെന്നാണ് നിങ്ങൾ അദ്ദേഹത്തെ അവതരിപ്പിക്കുന്നത്. അദ്ദേഹത്തെ വലത് നിരീക്ഷകൻ എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. ഒരു വലത് നിരീക്ഷകൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ വിഷയത്തിൽ എന്തായിരുന്നോ പറയുക, എന്താണോ അദ്ദേഹം പറയേണ്ടത്, ആ ഒരു വലതുപക്ഷത്തിൻ്റെ റൈറ്റ് വിങ്ങിൻ്റെ ഒരു പൊളിറ്റിക്കൽ പൊസിഷൻ എന്താണോ NIA-യെക്കുറിച്ച്, NIA അന്വേഷണങ്ങളെക്കുറിച്ച്, മുസ്ലിങ്ങൾക്കെതിരെയുള്ള, ദളിതുകൾക്കെതിരെ, ആദിവാസികൾക്കെതിരെ, ജനകീയ സമരപ്രവർത്തകർക്കെതിരെ, അവർ അർബൻ നക്സലുകൾ എന്ന് പറയുന്നവർക്കെതിരെയൊക്കെയുള്ള NIA അന്വേഷണങ്ങളെക്കുറിച്ച്, UAPA-യെക്കുറിച്ചൊക്കെയുള്ള ഒരു വലതുപക്ഷ നിലപാടെന്താണോ അതാണ് വളരെ കൃത്യമായിട്ട് അഷ്കർ ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ ഇടതുപക്ഷം എന്താണ്, വലതുപക്ഷം എന്താണ്? അങ്ങനെ ഒരു കേരളത്തിൽ CPM ഒരു ഇടതുപക്ഷമല്ല. അത് അഷ്കറൊക്കെ പ്രതിനിധീകരിക്കുന്ന പോലെ വളരെ കൃത്യമായ ഒരു വലതുപക്ഷ സംഗതിയാണ്, രാഷ്ട്രീയമാണ്. NIA ഏത് നിരപരാധിയാണ് പിടിച്ചുകൊണ്ടുപോയെന്നൊക്കെ അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അത് അദ്ദേഹം CPM കേരളത്തിന് പുറത്തുള്ള CPM-മാരോട് തന്നെ ചോദിച്ചാൽ നല്ലൊരു ട്യൂഷൻ ആ വിഷയത്തിൽ കിട്ടും. ഞാൻ കേരളത്തിലെ കേസ് പറയാം. മിസ്റ്റർ അഷ്കർ, നിങ്ങൾ ഏത് നാട്ടുകാരെന്ന് എനിക്കറിയില്ല, പരപ്പനങ്ങാടിയിൽ സക്കരിയ എന്ന് പറഞ്ഞിട്ടൊരു മനുഷ്യനുണ്ട്. അദ്ദേഹത്തെ കർണാടക പോലീസ് പിടിച്ചുകൊണ്ടുപോയതാണ് ബാംഗ്ലൂർ സ്ഫോടന കേസിൽ. അദ്ദേഹം ആ കേസിൽ അപരാധിയാണോ നിരപരാധിയാണോ എന്ന് നിങ്ങൾ CPIM-കാരോട് തന്നെ ചോദിച്ചു നോക്കിയാൽ മതി. അപ്പോൾ UAPA-യെക്കുറിച്ച്, NIA-യെക്കുറിച്ചൊക്കെയുള്ള തികഞ്ഞ, ഇപ്പം മീഡിയ വണ്ണിൻ്റെ കേസ് അദ്ദേഹം പറഞ്ഞു എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളുടെ പങ്കാളിത്തത്തിലോ മുൻകൈയിലോ ഉള്ള സ്ഥാപനങ്ങളൊക്കെ NIA-യും ഒക്കെ കയറി നിരങ്ങട്ടെ. നിങ്ങൾ കോടതിയിൽ പോയിട്ട് അത്യധ്വാനം ചെയ്ത് രക്ഷപ്പെട്ടുകൊള്ളൂ. ആ പ്രശ്നം ഇവിടെ മറ്റ് മതസമൂഹങ്ങൾക്കില്ല. അവർക്ക് അതൊന്നും നേരിടേണ്ടതില്ല. മുസ്ലിങ്ങൾ അങ്ങനെ എല്ലാ കോടതിയിലും കയറി കേരളത്തിൽ വേറെ ഏത് ചാനൽ നിരോധിക്കപ്പെട്ടു? ഒരു ചാനൽ നിരോധിക്കപ്പെട്ടു. അവർ ചെയ്യേണ്ടത് എന്താണ്? കോടതിയിൽ പോയി രക്ഷപ്പെട്ടുകൊള്ളുക. രക്ഷപ്പെടുന്നുണ്ടെങ്കിൽ കോടതിയിൽ പോയിട്ട് എല്ലാവരും രക്ഷപ്പെട്ടിട്ടില്ല. ബാബരി മസ്ജിദ് കോടതിയിൽ പോയിട്ടും രക്ഷപ്പെടാതെ പോയ ഒരു മുസ്ലിം സ്ഥാപനത്തിന്റെ പേരാണ്. മീഡിയ വൺ രക്ഷപ്പെട്ടു. അപ്പോൾ ഇത് മുസ്ലിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തു കൊള്ളണം എന്നതാണ് CPIM മുസ്ലിങ്ങൾക്ക് നൽകുന്ന ഓറിയന്റേഷൻ എന്ന് പറയും. ഇതൊക്കെ സ്വാഭാവികമാണ്, ഇതൊക്കെ ന്യായമാണ്. മുസ്ലിങ്ങൾ ഇവിടെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന, അവരുടെ പള്ളി തകർക്കപ്പെടുന്നതും അവരുടെ നിരപരാധികളായ ആയിരക്കണക്കിന് ചെറുപ്പക്കാരെ ജയിലഴികളിലാക്കുന്നതുമൊക്കെ സ്വാഭാവികവും ന്യായവുമായ കാര്യമാണ്. അതൊക്കെ നിങ്ങളുടെ സാധ്യതയനുസരിച്ച് നേരിട്ട് കൊള്ളുക. നിങ്ങൾ അത് നേരിടേണ്ടവരാണ്. നിങ്ങൾ അതിന് ബാധ്യതപ്പെട്ടവരും ഉത്തരവാദപ്പെട്ടവരുമാണ്. ഇതാണ് കേരളത്തിലെ CPIM ഇവിടുത്തെ മുസ്ലിം സമൂഹത്തോടും പൊതുസമൂഹത്തോടും പറയുന്നത്. അതിന്റെ മികച്ച കേസ് സ്റ്റഡിയാണ് അഷ്കറിന്റെ പ്രസ്താവനകൾ. അതുകൊണ്ട് വളരെ വ്യക്തമാണ് ജിംസ്, എന്താണ് CPIM-ന് ഈ രാജ്യത്ത്, കേരളത്തിലെ മുസ്ലിം, ഈ രാജ്യത്തെ മുസ്ലിം സമൂഹത്തോട് CPM-ന്റെ ഇസ്ലാമോഫോബിയുടെ കാര്യത്തിൽ അതിരൂക്ഷമായി വിമർശിക്കുന്നുണ്ട്. മറ്റ് പല കാര്യങ്ങളിലും ഒരുമിച്ച് നിന്ന് സമരം ചെയ്യുകയും യോഗം ചെയ്യുകയും ചെയ്യുന്ന ഈ കാന്തപുരത്തെ കൂടി ഇതൊന്ന് നിങ്ങൾ പഠിപ്പിക്കണ്ടേ? തീർച്ചയായിട്ടും കാന്തപുരത്തെ മാത്രമല്ല, മുസ്ലിം സമൂഹത്തിലെ പലതര വിഭാഗത്തിലുള്ള ഗ്രൂപ്പുകൾ, വ്യക്തികളൊക്കെ ഇപ്പൊ UAPA വന്ന സമയത്ത് എന്തായിരുന്നു പൊതുവിൽ പല മുസ്ലിം ഗ്രൂപ്പുകളുടെ നിലപാട്? ഇവിടെ ഇപ്പൊ അഷ്കർ പറഞ്ഞ നിലപാടാണ് പല മുസ്ലിം, പക്ഷെ അത് മാറി അല്ലേ? അങ്ങനെ ബാബരി മസ്ജിദിനെ കുറിച്ചുള്ള നിലപാട് എന്തായിരുന്നു?
അപ്പോൾ ഇത് മുസ്ലിങ്ങൾ നിലപാടെടുക്കുന്നു എന്നതല്ല അജിംസ് ഒരു പ്രശ്നം. ഒരു പ്രശ്നത്തിന്റെ മെറിറ്റ് എന്താണ്, ഒന്നിന്റെ യാഥാർത്ഥ്യം എന്താണ്, ഒന്നിന്റെ പൊളിറ്റിക്സ് എന്താണ്, ഒന്നുണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതം എന്താണ്, അത് മുമ്പുണ്ടാക്കിയ പ്രത്യാഘാതങ്ങൾ എന്താണ്, ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്താണ്, ഇതെവിടെ നിന്നാണ് ഉണ്ടാകുന്നത്, ഇതിന് ആഗോള സാമ്രാജ്യത്വവുമായിട്ടും ഇന്ത്യയിലെ ഫാഷിസവുമായും ലോകത്തുള്ള റൈറ്റ് വിങ് പൊളിറ്റിക്സുമായിട്ടും ഒക്കെയുള്ള ബന്ധം എന്താണ്, ഇത് മനസ്സിലാക്കുകയും സമൂഹത്തെ മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുക എന്നതാണ്. ഇതാണ് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത്. ഇത് മുസ്ലിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ അവരെ ബോധ്യപ്പെടുത്തണം, ഇത് പൊതുസമൂഹത്തിന് മനസ്സിലാവുന്നില്ലെങ്കിൽ അവരെ ബോധ്യപ്പെടുത്തണം. മനസ്സിലാവുന്നവർ മുസ്ലിങ്ങളിലുമുണ്ട്, പൊതുസമൂഹത്തിലുമുണ്ട്, മനസ്സിലാകാത്തവർ എല്ലാ വിഭാഗത്തിലുമുണ്ട്. ഇത്രയേ ഉള്ളൂ കാര്യം. ഇത് സമുദായവുമായി ബന്ധപ്പെട്ടതല്ല, ഇതൊരു മെറിറ്റിന്റെയും പൊളിറ്റിക്സിന്റെയും പ്രശ്നമാണ് എന്നാണ് അജിംസ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശരി, എന്തായാലും ഈ ചാപ്പേടിയെ കുറിച്ചുള്ള കൂടുതൽ വിശദീകരണം മോഹൻ മാസ്റ്റർ ഇനി നൽകുമോ എന്ന് നമുക്കറിയില്ല. പക്ഷേ മോഹൻ മാസ്റ്റർ മുഴക്കിയ ഡോഗ് വിസിൽ ഇന്ത്യ മുഴുവൻ മുഴങ്ങുന്നുണ്ട്. അതിൻ്റെ പ്രതിധ്വനികൾ രാജ്യം മുഴുവൻ ഉണർന്നു തുടങ്ങിയിട്ടുമുണ്ട് എന്നുള്ളത് ദൗർഭാഗ്യകരമായ വസ്തുതയാണ്. വളരെ നന്ദി ശ്രീ മുഹമ്മദ് വേളം, ശ്രീ BN ഹസ്കർ, ശ്രീ മുഹമ്മദ് ഷാ ഇത്രയും സംസാരിച്ചു.